ഒരു ഐഫോൺ XR എന്ന് പറഞ്ഞ മോഡല്. അത് ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കി നോക്കാം. ഐഫോൺ XR ആണ് നമ്മൾ പറഞ്ഞ അതേപോലെ ഷോർട്ട് ലീക്കേജുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞ കുറേ ചാർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ, ആ രീതിക്കല്ല ഇത് പോണത്. ഇത് കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം അത് നമ്മളിതേപോലെ പറഞ്ഞിരുന്നുണ്ടായിരുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ടൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലീക്കേജ് വരുന്ന സമയത്ത് പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോണ ഒരു ലൂപ്പ് പറഞ്ഞല്ലോ. ആ ലൂപ്പിന്റെ വേറെ രീതി അത് നമുക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ പവർ സപ്ലൈ യൂസ് ചെയ്യുമ്പോഴോ മൾട്ടിമീറ്റർ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ വരുന്ന മോഡലുകൾ ചെക്ക് ചെയ്യുന്ന മെത്തേഡ് വേറെ തന്നെ രീതിയിലാണ്. അപ്പോൾ അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എത്ര ആളായി? ഇപ്പോൾ എല്ലാവരും എത്തിയില്ലേ? നേരെ ഭംഗി വരുന്നവരോട് അവിടെ നിൽക്കട്ടെ. ഇൻട്രൊഡക്ഷൻ എത്രേ ഉള്ളൂ. നമ്മൾ കുറേ സർവീസ് ചെയ്യും, അതായത് ഓരോ തിയറിയും ഇവിടുന്ന് പഠിച്ചു പോകുമ്പോഴും അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മളിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ കൂടെ ആവൂല. ചിലപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഡിവൈസ് ചിലപ്പം കംപ്ലൈൻറ്റ് കിട്ടലോ അല്ലെങ്കിൽ കസ്റ്റമർ പറയുന്നതോ ഒന്നും നമ്മൾ പഠിച്ച തിയറി പരമായിട്ടൊന്നും ആവൂല. അത് ഫുള്ള് വ്യത്യസ്തമായിട്ടായിരിക്കും കസ്റ്റമർ പറയുന്നതും നിങ്ങൾ പഠിച്ചതും. പക്ഷേ നമ്മൾ പറഞ്ഞ ഡാറ്റ വെച്ചിട്ട് അതിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ കഴിയണം. അവിടെയാണ് യഥാർത്ഥ ടെക്നീഷ്യന്റെ ഒരു കഴിവുള്ളത്. അതായത് കസ്റ്റമർ പറഞ്ഞതും നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടും നിങ്ങൾ ഐഡിയയും വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പറയുന്ന തിയറി ഉണ്ടല്ലോ, അതായത് ഇപ്പം ഈ പറയുന്ന മാതിരി OL ആണെങ്കിൽ OL റീഡിങ്ങിന്റെ വാല്യൂ ആണെങ്കിൽ 300, അതിലെ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ഇതിനെക്കാട്ടിയും കുറവാണെന്നുള്ളതും, റെസിസ്റ്റൻസ് കുറയുമ്പോൾ കൂടുന്നുള്ളതും, അതേപോലെ തന്നെ പവർ സപ്ലൈയിൽ ഒരു റീഡിങ് നോർമലി കാണിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് റീഡിങ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവും എന്നുള്ളതൊക്കെ ഇത് വെച്ചിട്ട് ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതേ സംഗതി നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് പഠിക്കണം. അങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റ് റെഡി ആയത് എങ്ങനെയാണ് എന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇന്നലെ വന്ന ഒരു സെറ്റാണ് ഐഫോൺ XR ആണ്. അപ്പോൾ ഐഫോണിന്റെ ക്ലാസ് നമുക്ക് അങ്ങനെ എടുത്ത് പോയിട്ടില്ല എങ്കിലും ബേസിക് തിയറി കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതായത് അതിലും CPU ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, വോൾട്ടേജ് ഡിവൈഡർ, റെഗുലേറ്റർ IC, ക്യാമറ കണക്ടർ, അതേപോലെ തന്നെ ഡിസ്പ്ലേ, ഓഡിയോ കോഡൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഉള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഒക്കെ സെയിം തിയറിയും സെയിം ഫംഗ്ഷനൊക്കെ തന്നെയാണ്. ഐഫോൺ സംബന്ധിച്ചിടത്തോളം ഒരു 99% സക്സസ് റേഷ്യോ നമുക്ക് എടുക്കാനും കഴിയും. പക്ഷെ പഠിച്ച ആളുകൾക്ക് മാത്രം. അല്ല എന്നുണ്ടെങ്കിൽ അതേപോലെ അങ്ങോട്ട് വല അയക്കാണ്ട് നിൽക്കും ചെയ്യും. അത് വേറെ ഷോപ്പിൽ കൊടുത്താൽ റെഡി ആവുള്ളൂ. അപ്പൊ അതിന് ചെറിയൊരു നേക്ക് ഉണ്ട് കൈകാര്യം ചെയ്യാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോൺ വേറെ ഒരു പ്രശ്നം, ആ പ്രശ്നം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അത് ചിലപ്പോൾ നീ ഉത്തരത്തിലേക്ക് എത്തും. ഇതിന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഒരു ഡിവൈസ് കസ്റ്റമർ വിളിക്കുന്നു. കസ്റ്റമർ വിളിച്ചിട്ട് പറയുന്ന എല്ലാവരും ചോദ്യം എഴുതി വെച്ചോളൂ. ഇത് നമുക്കൊരു ക്ലാസ് ആയിട്ടല്ല പോണത്. ഇത് നിങ്ങളെ ആ ഒരു ഡാറ്റയും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിലുള്ള ചെറിയ നിങ്ങൾക്ക് അറിയുന്ന, അതായത് ആപ്പിൾ റിപ്പയർ ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് അറിയുന്ന ആ ഒരു ഡാറ്റ തന്നെയാണിത്. പക്ഷെ അത് അറിയാത്തവർ കൂടി ഒന്ന് മനസ്സിലായിക്കോളും. നിങ്ങളത് ഏത് രീതിയിലാണ് അത് എടുത്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. എന്നാലും ഇതിലുള്ള കുറെ ആളുകൾക്ക് അത് അറിയും ഉണ്ടാവില്ല. സവാദത്തിലൊന്ന് കണക്ട് ചെയ്ത് അതേപോലെ തന്നെ ഇത്രേ ഉള്ളൂ. ഒരു ഐഫോൺ XR ഫോണിൽ ഒരു 50% ചാർജ് ഇടുന്നു. നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്തോളൂ. കീ പോയിന്റുകൾ ഒരു 50% ചാർജ് ഫോണിലുണ്ട്. ചാർജ് പെർസെൻറ്റേജ് 50%. അതുവരെ ഉപയോഗിക്കുന്നതിൽ കസ്റ്റമർക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. 50% ചാർജ് ഉള്ള സമയത്ത് കസ്റ്റമർ എന്ത് ചെയ്യുന്നു, അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ ചാർജർ അതിലേക്ക് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തപ്പോൾ സെറ്റ് ഓവറായിട്ട് ഹീറ്റ് ആവുന്നു. ഹീറ്റ് ആയതിനു ശേഷം ചാർജർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും ആ ഒരു ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ആവുകയാണ്. അതായത് എന്ത് ചെയ്യണില്ല, ആ ടെമ്പറേച്ചർ കുറയുന്നില്ല. അതായത് 50% 60%-ഓളം ഫോണിൽ ചാർജ് ഉണ്ട്. കസ്റ്റമർ ഫോൺ എന്തെങ്കിലും ചാർജിലിടുന്നു, സെറ്റ് ഹീറ്റ് ആവുന്നു. അങ്ങനെ ടെമ്പറേച്ചറിന്റെ ഇത് കൂടുന്നു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഹീറ്റ് നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്തു, ഫോൺ ഓഫാക്കി. ഫോൺ ഓഫാക്കിയിട്ടും ഹീറ്റ് അവിടെ എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. കസ്റ്റമർ വീണ്ടും ഓണാക്കി.
ഓണാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരു ടെമ്പറേച്ചർ വാർണിംഗ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അതറിയില്ല, വാർണിംഗ് സിമ്പിൾ, അതറിയാത്തവരുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ടെമ്പറേച്ചർ വാർണിംഗ്, അതായത് ഈ സാധനം കണ്ടുണ്ടല്ലോ, അതാണ് ടെമ്പറേച്ചർ വാർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐഫോൺ ഓവർ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു എറർ മെസ്സേജ് വരും. ഇതിനാണ് അതിൻ്റെ ടെമ്പറേച്ചർ വാർണിംഗ് എന്ന് പറയുക. അതിലത് പ്രത്യേകം അവർ അതിൽ എഴുതിയിട്ടുണ്ട്, എന്ത്, ഐഫോൺ നീഡ് ടു കൂൾ ഡൗൺ ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്. അതായത് ഐഫോൺ എന്ത് ചെയ്യണം, തണുക്കണം, തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലായി, ഐഫോൺ നല്ല ഹീറ്റ് ആവുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അതിൻ്റെ ഒരു വാർണിംഗ് സിമ്പിളാണത്. അപ്പോൾ ഐഫോൺ ഹീറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ടെമ്പറേച്ചർ വാർണിംഗ് വന്നു, ബസ് ഇത്രയും. കസ്റ്റമർ ഓൺ ആക്കിയപ്പോൾ അത് വന്നു. പിന്നീട് ആ ഫോൺ എന്ത് ചെയ്തു, പറ്റ ഓഫായി പോയി. ആ ഓഫായി പോയതിന് ശേഷം അത് ഓൾറെഡി ഒരു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാണ്, അതായത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തരുന്നതിന് മുമ്പ് ഒരു സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതായത് ഇത്രയും ഡാറ്റ ഫസ്റ്റ് ഉള്ളത് നമുക്ക് അവർ തന്നു കഴിഞ്ഞു. പക്ഷേ അവർ ഓൾറെഡി ഒരു സർവീസ് സെൻറ്ററിൽ അത് കൊടുത്തു. സർവീസ് സെൻറ്ററിൽ കൊടുത്തതിന് ശേഷം എന്തോ റിപ്പയർ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് എന്തായി, ആ സെറ്റ് നോ സർവീസായി. അവരത് റെഡി ആക്കിയിട്ടുണ്ട്. അതായത് സെറ്റ് ഓണായി വന്നു, ഓണിന് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് പക്കായിട്ട് വർക്കായിട്ട് കൊടുക്കുന്നു. പക്ഷെ സെറ്റ് എന്താണ്, നോ സർവീസ്. നോ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IME കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ എന്ത് കാണിക്കുന്നുണ്ട്, മോണോഫൈമർ കാണിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സെറ്റ് നോ സർവീസാണ്. അങ്ങനെ നോ സർവീസ് വന്നാൽ ഇവരെ ഈ ഷോട്ട് എങ്ങനെ റെഡിയാക്കി എന്നുള്ളതും ഇതെങ്ങനെ റെഡിയാക്കി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം ആദ്യം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. പക്ഷെ സെറ്റ് നോ സർവീസ് വന്നു. അപ്പോൾ ഈ സെറ്റ് സർവീസ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു കംപ്ലൈൻറ്റിൽ വന്നപ്പോൾ അത് 50% ഓഫായിരുന്ന ഫസ്റ്റ് സർവീസ് ചെയ്തത് നമ്മൾ തന്നെ അറിയുന്ന ഒരാളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു പവർ സപ്ലൈത്തെ റീഡിങ് ഞാൻ പറഞ്ഞുതരാം. പവർ സപ്ലൈയിലുള്ള റീഡിങ്, അതായത് കസ്റ്റമർ ഇത്രയും ഡാറ്റ കൊടുത്ത് നമ്മൾ സുഹൃത്തിൻ്റെ ഷോപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ ഷോപ്പിൽ നിന്നുള്ള ഡാറ്റ, അതായത് ഈ സംഗതി 50% ഓഫായി ഒരു ഇത് കസ്റ്റമർ, നമ്മൾ അറിയുന്ന കസ്റ്റമർ തന്നെയാണ്, ഇത് നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പിലാണ് കൊടുത്തുള്ളത്. അവരത് റെഡി ആക്കിയിട്ടുണ്ട്. റെഡി ആക്കിയതിന് ശേഷം സെറ്റ് എന്താണ്, നോ സർവീസ് ആണ്. അപ്പോൾ അവർക്കത് റെഡി ആവില്ല എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ നേരിട്ട് ഇങ്ങോട്ട് വിട്ടതാണ്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു സംഗതി, അത് ഇത് വെച്ചിട്ടുള്ള അവർ ഫസ്റ്റ് റിപ്പോർട്ട്, അതായത് ആ ടെക്നീഷ്യൻ്റെ കയ്യിൽ കിട്ടുമ്പോഴുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് ഒരു നമ്മളൊരു 4 വോൾട്ട് കൊടുത്ത് ഒരു 3 ആംബിയറൊക്കെ സെറ്റ് ചെയ്യും. 3 ആംബിയർ 5 ആംബിയർ സെറ്റ് ചെയ്യുമ്പോൾ ഇതിൽ കൺസ്യൂം ചെയ്യുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവർ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് കൺസ്യൂം ചെയ്യുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഒരു 1100 അല്ലെങ്കിൽ 1200 മില്ലി ആംബിയർ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ റീഡിംഗ്. ഇനി ഈ പ്രോബ്ലം, അതായത് ഈ പ്രോബ്ലം പോലെ അവർ റെഡിയാക്കിയതാണ്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻസ്. ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആർക്കെങ്കിലും പറയാൻ കഴിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാം. ഇതിലുള്ള റാഷിദ് പി എമ്മിനോടാണ് ചോദ്യം. അതായത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഈ നോ സർവീസ് നമുക്ക് എങ്ങനെ പരിഹരിച്ചെന്നുള്ള അവിടെ നിൽക്കട്ടെ. ഈ ഒരു പ്രശ്നം, അതായത് നമ്മൾ പറഞ്ഞല്ലോ, പേഴ്സൻ്റെ 50% ഓവർ ഹീറ്റ് ആവുന്ന ടെമ്പറേച്ചർ വാർണിംഗ് കാണിക്കുന്നുണ്ട്. പവർ സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ റീഡിങ് 4 വോൾട്ട് 3 ആംബിയർ സെറ്റ് ചെയ്തപ്പോൾ ഒരു 1100 കിട്ടി. ഈ 1100-ൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, പറഞ്ഞോളൂ. ഇത് ഇങ്ങനെ ഒരു ഡിവൈസ് നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് റിപ്പയർ ചെയ്യും, എവിടെ നിന്ന് തുടങ്ങും, എവിടെ അത് അവസാനിപ്പിക്കും, പറഞ്ഞോളൂ. ബോർഡിൽ ഷോർട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഷോർട്ട് ഉണ്ട് എന്ന് മനസ്സിലായി. എത്ര അളവിൽ ഷോർട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതും കൂടി പറയണം. നമുക്ക് അളവാണ് വേണ്ടത്. ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്?
എല്ലാവർക്കും ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുന്നു. ഇനി ചോദ്യം മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചോദിക്കുക. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതായത് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷോർട്ട് കാണിച്ചോണ്ടില്ല, റീഡിങ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം. പവർ സപ്ലൈയിലായിരിക്കും ആ ഷോർട്ട് കാണിക്കാം. അതായത് ഞാനിവിടെ എഴുതാണ് 4 വോൾട്ട് 4.00 4 ഡിജിറ്റ്. ഇവിടെ നമ്മളൊരു 3 ആംബിയർ കൊടുത്തു. വോൾട്ട് ആംബിയർ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റീഡിങ് പവർ സപ്ലൈ. ഇതിൻ്റെ ഔട്ട് എടുക്കുന്ന സമയത്ത്, അതായത് പവർ കണക്ടർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 1.100 മില്ലി ആംബിയർ തന്നെ ആയിക്കോട്ടെ. ആംബിയർ ഇതാണ് നമ്മളിതിൻ്റെ എന്ത് ലോഡ്. ഇതിൽ നിന്ന് ഈ 1.100 എന്ന് പറയുന്ന ലോഡിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു ഫുൾ ഷോട്ട് അല്ല, ഒരു ഹാഫ് ഷോട്ട് പോലെയാണത്. ഫുൾ ഷോട്ട് അല്ല, ഹാഫ് ഷോട്ടാണ്. ഓക്കെ, ഹാഫ് ഷോട്ട്. നമ്മളെ ആംബിയർ ഫുള്ളായി കൺസ്യൂം ചെയ്യാത്തതുകൊണ്ട് ആ ഒരു ലെവലില് കൺസിഡർ ചെയ്യേണ്ടി വരും. ഹാഫ് ഷോട്ടാണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, പിന്നെ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷോർട്ട് കാണിച്ചോളന്നില്ല. കാരണം നോർമൽ റീഡിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഒരു 300 400 പിന്നെ ഒക്കെ ആയിരിക്കും ഓംസ് കാണിക്കാം. അങ്ങനെ പറയാനുള്ള കാരണം ഫുൾ ഷോട്ട് അല്ലാത്തതുകൊണ്ട് നമ്മളെ വി ബാറ്റ് സെക്ഷനിൽ ചിലപ്പോൾ ആ കറക്റ്റ് നോർമൽ റീഡിംഗ് ആയിരിക്കും. അത് നിങ്ങൾ ഐഫോൺ ആയതുകൊണ്ട് പറയുകയാണോ അതോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഐഫോൺ ആയതുകൊണ്ട് പറയാണ്. ഐഫോൺ ആയതുകൊണ്ട് പറയാണ്. ഐഫോൺ ആയതുകൊണ്ട് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐഫോണ് നമ്മൾ എടുത്തിട്ടുള്ള സർക്യൂട്ട്, ഞാൻ സർക്യൂട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിന് ശേഷം ലോഡ് ആയിക്കോട്ടെ പറയുള്ളൂ. അത് അടുത്തത്, അതായത് ഐഫോൺ ആയതുകൊണ്ട്, അതായത് നമ്മളതിൽ ഒരു മോസ്ഫെറ്റ് ഉണ്ടെന്നുള്ള പറഞ്ഞത് കൊണ്ട് നിങ്ങളത് അങ്ങനെ പറയാണ്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഐഫോൺ XR നിങ്ങൾ ഏതൊക്കെ ഐഫോൺ റിപ്പയർ ചെയ്തിട്ടുണ്ട് നിലവിൽ? ഒരു 12 Pro ഒക്കെ ചെയ്യാറുണ്ട്. എങ്ങനെ 12 Pro ആ അവരൊക്കെ ചെയ്യാറുണ്ട്. ഇതിലിപ്പോ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഐഫോൺ ആയതുകൊണ്ട് അങ്ങനെ. ഓക്കെ, ഇതിന്റെ സർക്യൂട്ട് കാണിച്ചു തരണോ? അത് കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറയില്ല, എക്സ്പ്ലെയിൻ ചെയ്യോ? സർക്യൂട്ട് നമുക്ക് പിന്നെ വരാം. അതായത് നിങ്ങൾ പറഞ്ഞ മാതിരി ഐഫോൺ എക്സിൽ അതായത് ഐഫോൺ XRന്റെ കേസിൽ ആ ഒരു മോസ്ഫെറ്റിന്റെ പകരം അവിടെ ഒരു പവർ ചാർജിങ് ഐസി ആണെന്നേ ഉള്ളൂ. ഓക്കെ, അത് ക്ലിയർ ആയി. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ്, ഒന്നാമത്തെ അത് മനസ്സിലായി. രണ്ടാമത്തത് വി ബാറ്റിൽ ഷോർട്ട് ഉണ്ടാവില്ല. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ്, പിന്നെ എവിടെ ചെക്ക് ചെയ്യും? റഷിക പറഞ്ഞോളേ. ഒരു കാര്യങ്ങൾ പറഞ്ഞു, സംഗതി ഹാഫ് ഷോട്ടാന്ന് മനസ്സിലായി. അതേപോലെ തന്നെ വി ബാറ്റിന്റെ സംബന്ധിച്ചാണ് അത് നിങ്ങൾക്ക് ഹാഫ് ഷോട്ട് നിങ്ങൾക്ക് ചിലപ്പം പറയാൻ കഴിയും. അതിന്റെ ഔട്ട്പുട്ട് ചിലപ്പോൾ ഷോർട്ട് ആണോ ഫുൾ ഷോട്ട് ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ നമ്മൾ മൂന്നാമത് എവിടെ നിന്ന് ചെക്ക് ചെയ്യും? ഐഫോണിൽ മെയിൻ ആയിട്ട് ഒരു 3 വോൾട്ടേജ് വരുന്ന സെക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണോ അറിയോ? ഒന്ന് ഫസ്റ്റ് നമ്മൾ വി ബാറ്റ് നോക്കുക. രണ്ടാമത് വി ബാറ്റ് ഇപ്പൊ നിങ്ങൾ ഇംപെഡൻസ് നോക്കി, ഇംപെഡൻസ് എത്രയാണ്? നോർമൽ ഉണ്ട്, അപ്പൊ അത് ഓക്കെ ആയി. പിന്നെ മൂന്നാമത് പവർ ഐസിന്റെ സെക്ഷനിൽ വരുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്. ഒരു 1.8 ആണ് എനിക്ക് എന്റെ ഓർമ്മയില്. എസ് ടി റാം വോൾട്ടേജ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ. എസ് ടി റാം 1.8. ഓക്കെ, പിന്നെ അത് വരുന്നുണ്ടോ നോക്കുക. അവിടെ വരുന്ന കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കുക, ഷോർട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത്.
പിന്നെ നമ്മളെ ഈ വൈഫൈ ഐസിന്റെ തൊട്ടടുത്ത് വരുന്ന ഒരു കപ്പാസിറ്റർ വരുന്നുണ്ട്. ആ അതായത് സെക്ഷനിൽ അത് ഇപ്പോഴും നമ്മൾ ആ ഓർഡർ ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് പറയാവും, പക്ഷെ ഇതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ബേസ് ചെയ്തിട്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് പറഞ്ഞു ഹാഫ് ഷോർട്ടാന്ന് മനസ്സിലായി, വി ബാറ്റിൽ ഷോർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ, പിന്നെ അടുത്തത് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട മെയിൻ വോൾട്ടേജ് ഏതാ? കാര്യം ഉണ്ടാവുമല്ലോ. ഈ 1.8 ഒക്കെ അതിന് ഇത്രയും മുന്നേ 1.8ന് മുന്നേ നമുക്ക് ചെക്ക് ചെയ്യേണ്ട വോൾട്ടേജ് ഉണ്ടല്ലോ. VDD ആണോ സാർ ആ ഉദ്ദേശിച്ചത്? ആ VDD ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യം നമ്മൾ അതിലേക്കല്ലേ പോവാ. ഓക്കെ ഓക്കെ. ആദ്യം VDD നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ നോക്കുക. ഷോർട്ട് കാരണം ഉണ്ട്. ആദ്യം VDD ഉണ്ടെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിലും ഇവിടെ കാണിക്കില്ല, വി ബാറ്റ് കാണിക്കൂല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അത് നമ്മൾ അതെ ഓൾറെഡി ഇപ്പോൾ VDD ഉണ്ടെങ്കിൽ ഷോർട്ട് ഉണ്ടെങ്കിൽ വി ബാറ്റിൽ കാണിക്കൂല. അത് കാരണം എന്താന്നുള്ളത് ഞാൻ ഒരു വട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അറിയാത്തവർക്ക് അതിന്റെ അടിയിൽ ഒരു ഒരു നമ്മളിപ്പോ ഇതിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ VPH പവറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൽ എടുക്കണം, അതേപോലെ ഒരു ചിപ്പിലൂടെ, അതായത് ഒരു IC-യിലൂടെ കടന്നു പോയത് കൊണ്ടാണ് അതങ്ങനെ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അത് നമുക്ക് അതിന്റെ തിയറിയും കാര്യങ്ങളും നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ VDD നമ്മൾ നോക്കി. പിന്നെ VDD എത്ര റീഡിങ് കാണിക്കണം? VDD 300 നോർമൽ റീഡിംഗ് ആണെങ്കിൽ 300 ഓംസ് അല്ലെങ്കിൽ 400 ഓംസിന്റെ അറേഞ്ച് കാണിക്കണം. ഓക്കെ. അപ്പോൾ ആ ഒരു റീഡിങ് അവിടെ കാണിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ലീക്കേജ് എന്താവും? ആ റീഡിങ് അവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് അപ്പോൾ എന്ത് കാണിക്കുന്നുണ്ട്? ഇത്രയും റീഡിങ് കാര്യങ്ങൾ ഓക്കെയാണ്. പിന്നെ നമ്മൾ അടുത്ത് എന്ത് ചെക്ക് ചെയ്യും? സെറ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ ഇങ്ങനെ ചോദ്യം ചോദിച്ചുമ്പോൾ കിട്ടാത്ത പ്രശ്നമാവും അല്ലേ? എന്നാലും ഒന്നുകൂടി ശ്രമിച്ചു നോക്കി, എന്താവും? ഇതിൽ ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. അതായത് ചെറിയൊരു എപ്പോഴും കൺഫ്യൂഷൻ ആവാനുള്ള ഒരു സാധ്യത. നമ്മളിപ്പോൾ കുറേ പറഞ്ഞു, ഒരു ലീക്കേജ് ഷോർട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റെപ്പ്, ഇതിൽ തന്നെ ഇപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് സ്റ്റേജ് 1 ഇവിടെ കഴിഞ്ഞു, വി ബാറ്റ് കഴിഞ്ഞു. സ്റ്റേജ് 2 നമ്മൾ ഇവിടെ കഴിഞ്ഞു, VDD ചെക്ക് ചെയ്തപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് വരുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ എന്ത് ചെയ്ത്, വി ബാറ്റിൽ ഷോർട്ട് ഇല്ല, അപ്പം നമ്മൾ എന്ത് ചെയ്ത് VDD പോയി, VDD ഷോർട്ട് ഇല്ല. അപ്പം എന്താ, ഇതിന്റെ സെക്കൻഡറി ആണ്. ഇനി ഇതിന്റെ സെക്കൻഡറിയിലും വേറെയും വരുന്നുണ്ട്. അപ്പം ഇത് മൂന്നാമത്തെ സ്റ്റേജ് ആയി. അത് ഏത് വോൾട്ടേജ് ആണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അതവിടെ കഴിഞ്ഞു, കാരണം സെറ്റ് ഓൺ ആക്കുന്നില്ല. വേറെ ആർക്കെങ്കിലും അറിയാൻ പറ്റും അടുത്തത് എന്ത് ചെയ്യും എന്നുള്ളത്? ഇവിടെ സ്റ്റെക്ക് ആയിട്ടുള്ളത് ഇതുവരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അജാസ് അറിയോ? അടുത്ത സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ നോക്കും എന്നുള്ളത്? എങ്ങനെ? VPH. അതായത് ഐഫോണിന്റെ കേസിൽ ആ പറയുന്ന വോൾട്ടേജിന്റെ പേര് ഒന്നെങ്കിൽ VCC അല്ലെങ്കിൽ VDD എന്നാണ്. അപ്പൊ VDD വോൾട്ടേജ് പറഞ്ഞോളൂ. വോൾട്ടേജ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി ഈ ഇത്രയും ആംബിയറുടെ കൺസ്യൂം ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അത് ചെക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി അത്ര ഇതാദ്യം ഫിക്സ് ചെയ്യണ്ടേ? നോർമൽ കണ്ടീഷനിലല്ലോ. ഷോർട്ട് ഉണ്ടോ നോക്കണം. എങ്ങനെ ഷോർട്ട് ഇല്ല? ഷോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഷോർട്ട് എന്ന് പറയാൻ മാത്രമേ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നില്ല. ഒരു നോർമൽ റീഡിംഗ് ആയിട്ട് തന്നെ ഉള്ളത്. വേറെ ആർക്കെങ്കിലും ഇത് ഞാനോട് ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും? സാദിക്ക് മൈക്ക് റെഡി അല്ലേ? അറിയോ? സാറേ പിന്നെ ഏതെങ്കിലും സെക്ഷൻ ചെക്ക് ചെയ്താ പോരെ ഷോർട്ട് ഉണ്ടോ? എങ്ങനെ? വേറെ ഏതെങ്കിലും ലൈന് ചെക്ക് ചെയ്താ പോരെ ലീക്കേജ്? ചെക്ക് ഏത് ലൈന് ചെക്ക് ചെയ്യും? അതാണ് ചോദ്യം. ലൈൻ നമുക്ക് ചെക്ക് ചെയ്താൽ മതി, നമുക്ക് മനസ്സിലായി. പക്ഷെ വിച്ച് ലൈൻ, ഏത് ലൈന് ചെക്ക് ചെയ്യും? അതിനെന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ? അതാ ചോദ്യം. അറിയാത്ത കേസാവൂല, എല്ലാവർക്കും അറിയുന്ന കേസ് ഉണ്ടാവും. ഞാനത് പറയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഈ ഒരു നമ്പറിലോട്ട് ഒന്നും കൂടെ നോക്കിക്കേ. ഒരു 4 വോൾട്ട് 3 ആംബിയർ 1.1 ആംബിയർ. ബോർഡ് ഹീറ്റ് ആവുണ്ടാവും. യെസ്. ബോർഡ് ആരാ പറഞ്ഞാളെ?
ഗഫാർ. ബോഡി ഹീറ്റ് ആവുന്നുണ്ടാവും. ഇത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹീറ്റ് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യും. പക്ഷേ ഒരു ലൈനിൽ എവിടെയെങ്കിലും ഒരു ഹീറ്റ് ഉണ്ടോ നമ്മൾ ആദ്യം നോക്കണം. വേണ്ടേ? നോക്കണ്ടേ? പിന്നെ ആ ഹീറ്റ് ബേസ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, ഏത് ലൈന് നോക്കണം എന്നുള്ളത്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? റാഷിദ് പി എം മറന്നതാവോ? അതെ സാറേ, ഹീറ്റ് എന്തായാലും നമ്മൾ നോക്കുന്നതാണ്. ആദ്യം ഹീറ്റർ ആദ്യം അതാണ് നോക്കല്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്ന സമയത്ത് ഇതില് ഒരേ ലെവലിലുള്ള ആളുകളല്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണോ പറയുന്നത് കൂടി അവർ ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത്. ആൾറെഡി നമ്മളിത് ചെക്ക് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, വി ബാറ്റ് എടുക്കും, ഇതെടുക്കും, ഇതെടുക്കും, ഇത് നോക്കും. പക്ഷെ ഈ കണ്ടീഷനിൽ ഈ ഒരു ഹീറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഒരു എക്സ്ആറിന്റെ കേസിലാണ്. ഇത് ഐഫോണിന്റെ എല്ലാ മോഡലിലും ഉള്ള ഒരു പ്രശ്നമാണിത്. അത് നമുക്ക് ഇംപെഡൻസ് നോക്കിയാലും ഉള്ള പ്രശ്നം റെഡി ആവില്ല. അതേപോലെ തന്നെ ഹീറ്റിംഗ് നോക്കിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ഉത്തരം കിട്ടില്ല. അതിന് വേറെ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കും. ഹീറ്റ് നോക്കിയിട്ട് ഏത് ലൈനാണ് ഷോർട്ട് നോക്കും, അത് അവിടെ തീരും. പക്ഷെ നമ്മളെ കേസിൽ ഹീറ്റ് ആവുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്കീമാറ്റിക്സ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ പറഞ്ഞ സെറ്റ് ഡെഡ് കണ്ടീഷൻ ആയി എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ സെറ്റ് വർക്കിംഗ് കണ്ടീഷനിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത്രയും കണ്ടീഷൻസ് വർക്കിംഗ് മെത്തേഡിലാണ് എന്നുണ്ടെങ്കിൽ എന്താവും, നമ്മൾ പറയുന്ന ആ ഒരു ഇംപഡൻസിന്റെ സംഗതി നമുക്ക് അവിടെ ഇതാക്കാൻ കഴിയില്ല. അതായത് ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ, ഹാഫ് ഷോട്ട് അല്ലെങ്കിൽ 300 വോൾട്ട് റീഡിങ് എടുക്കുന്നുണ്ട്, VDD, അതേപോലെ തന്നെ ഹീറ്റ് ആവുന്നുണ്ട്, ലൈന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റ് വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് സെറ്റ് വർക്കിംഗ് ഉള്ള ഒരു ഡിവൈസ് ആണ് എങ്കിൽ ഈ കഥ കംപ്ലീറ്റ് മാറും. അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഡിവൈസ് ആണ് ഇത്. ഈ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പ്രോബ്ലം ഫിക്സ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഇതേ സെയിം സംഗതിയിൽ ഇതിപ്പോൾ ഒരു 1.1 ആംബിയർ എടുക്കുന്ന ഡിവൈസ് തന്നെ ഒരു 300 വരും. ഒരു 300 മില്ലി ആംബിയറിൽ വന്ന് നിൽക്കും. സെറ്റ് എന്താണ്? ഈ 300 മില്ലി ആംബിയർ വന്നാൽ തന്നെ നമ്മൾ സെറ്റ് എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ആണ്. എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ആണ്, നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ 300 മില്ലി ആംബിയർ ഏത് സെക്ഷനിലാണ് നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാം. നമ്മൾ മൾട്ടിമീറ്ററും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കിട്ടൂല. മൾട്ടിമീറ്ററും നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞ തിയറി ഉണ്ട്. എന്ത്? പവർ സപ്ലൈ നോക്കിയിട്ട് ഡയറക്റ്റ് അല്ലാത്ത റീഡിങ് കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു ലൈന് ലീക്കേജോ ഷോർട്ടോ ഉണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ പഠിച്ച തിയറി പ്രകാരം ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം ഇത് പറയാവും നല്ലതെന്ന് തോന്നുന്നു. അതോ ഇതാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് വരാം. അതാണോ നല്ലത്? അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അതിനേക്കാൾ നല്ലത് ഇതാക്കാം. അതായത് ഈ ഒരു 300 മില്ലി ആംബിയർ ഇവിടെ 1.1 ആംബിയർ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ലൈൻ ഷോർട്ടാന്നുള്ളത്. അതിപ്പോൾ ഇതിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഹീറ്റ് ആവുന്ന സൈഡിലുള്ള ഏതെങ്കിലും ലൈന് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി 2.8 വോൾട്ടേജ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ 3.3 വോൾട്ടേജ് ആണോ, അല്ല ഏത് വോൾട്ടേജ് ആണോ ഷോർട്ട് സർക്യൂട്ട് എന്നുണ്ടെങ്കിൽ ആ ഷോർട്ടായ സർക്യൂട്ടിലെ കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്താൽ മതി? റിമൂവ് ചെയ്താൽ മതി. കപ്പാസിറ്റി എന്ത് ചെയ്താൽ മതി? റിമൂവ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. കാരണം അതിൽ എന്ത് ചെയ്യുക, എന്താണ് നോക്കിയിട്ട് ആ വോൾട്ടേജ് കപ്പാസിറ്റർ ഏതാണോ നോക്കുക, അതെന്ത് ചെയ്യുക? റിമൂവ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഒരു 3 മില്ലി ആംബിയർ, 300 മില്ലി ആംബിയർ, 400 മില്ലി ആംബിയർ ഡയറക്റ്റ് സ്റ്റെക്കായി നിൽക്കുക, സെറ്റ് ഓൺ ആവുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടെത്താൻ കുറച്ച് പാടാവും. ഈ കണ്ടീഷനിൽ ആ ഒരു ഏരിയയിൽ എന്തുണ്ടാവില്ല, അത്ര തന്നെ ഹീറ്റ് നമുക്ക് അനുഭവപ്പെടില്ല. ചെറിയ മൈന്യൂട്ട് ഷോർട്ട് ഉണ്ടാവുള്ളൂ. അത് ഐഫോണിന്റെ ഒട്ടുമിക്ക എല്ലാ ഫോണിലും ഈ ഒരു പ്രോബ്ലംസ് ഇങ്ങനെ വന്ന് പോണതാണ്. ഓൾറെഡി ചെയ്യുന്ന ആളുകൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ മൾട്ടിമീറ്ററിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിന് കാരണം ആർക്കെങ്കിലും അറിയാം? അതായത് ഞാനൊരു ലൈൻ എടുത്ത് കാണിച്ചു തരാം. ഈ ഷോർട്ട് സർക്യൂട്ട് ലൈൻ, ഇതാണ് ഇതിന്റെ പ്രശ്നമുള്ള ഏരിയ. സ്ക്രീൻ
അപ്പോൾ എക്സാറിൻ്റെ കേസാണ്. എക്സാറിൻ്റെ കേസിൽ ഹീറ്റ് ആയിരുന്നത് ഇത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഈ ഒരു ഏരിയയാണ് ഹീറ്റ് ആയിരുന്നത്. ഈ എക്സാറിൻ്റെ കേസിൽ ഈ ഒരു ഏരിയയാണ് ഹീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതായത് ഒരു ഇത് ഓഡിയോ സെക്ഷനാണ്, ഓഡിയോൻ്റെ സെക്ഷനാണ്. അതേ സൈഡിൽ ഒരു 400 മില്ലി ആംബിയർ ചെറിയ രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ഓഡിയോ സെക്ഷൻ നമ്മൾ സൗണ്ട് ഓൺ ആക്കുന്ന സമയത്ത് സെറ്റ് ഓഫായി പോവുക, അല്ലെങ്കിൽ സെറ്റ് റീസ്റ്റാർട്ട് ആവുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു 4 അല്ലെങ്കിൽ 3 മില്ലി ആംബിയറിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓൺ ആവുന്ന കണ്ടീഷനിൽ അത്ര മൈന്യൂട്ട് ഹീറ്റ് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡിവൈസ് ഇത് ഒന്നാമത് CPU ചെറിയ രീതിയിലൊന്ന് ഹീറ്റ് ആവും. അതേപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അത് CPU-ൻ്റെ ഹീറ്റ് ആണോ എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു 30 മില്ലി ആംബിയറിൽ ചിലപ്പോൾ അത് അത്ര തന്നെ ഹീറ്റ് ആയിക്കോണം നിർബന്ധമില്ല. നമുക്കത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കും. അവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഡിയോ IC ആയിരിക്കും ചെറിയ രീതിയിൽ ഹീറ്റ് ആവുക, ഓഡിയോ IC. പക്ഷെ നമ്മൾ ഓഡിയോ IC നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്ത് കിട്ടൂല, ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു വാല്യൂ അവിടെ കിട്ടൂല. ഏത് വാല്യൂ കിട്ടൂല? ഒരു അബ്നോർമൽ ആയിട്ടുള്ള സാധാരണ രീതിയിൽ നമ്മളെ എന്താ പറയുക, അഭികാന്ത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു പവർ ഐസിൻ്റെ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അബ്നോർമൽ ആയിട്ട് റീഡിംഗ് ഉണ്ടാവില്ല. അത് എത്ര ആവും? ഒരു ലീക്കേജ് ആണ് അല്ലെങ്കിൽ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ, ഷോർട്ട് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 0 കിട്ടും. പക്ഷെ ഒരു അബ്നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ എത്ര ആവും ഒരു ഷോർട്ട് സർക്യൂട്ടിന്റെ? ഒന്ന് പറയാൻ കഴിയുമോ? സാറേ സപ്ലൈ അല്ലേ, ഇതിനകത്തല്ലല്ലോ. സപ്ലൈ അല്ല, മൾട്ടിമീറ്ററിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഞാൻ കാണിച്ചു തന്ന ഒരു ഓഡിയോ ഐസിന്റെ അവിടെ ചെറിയൊരു ഹീറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ഹീറ്റ് ആവുന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ ഓഡിയോ ഐസിൽ അവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കുകയാണ്. അവിടെയുള്ള ഓരോ കപ്പാസിറ്ററും നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഓഡിയോ ഐസി ചെറിയ രീതിയിൽ ഹീറ്റ് ആവണം. ഓഡിയോ ഐസി ആണോ ഹീറ്റ് ആവണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി ബാക്കിൽ എവിടെയെങ്കിലും ആണെന്നൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒരു അബ്നോർമൽ ആയിട്ട് വരുന്ന ഒരു കപ്പാസിറ്ററിന്റെ റീഡിങ് എത്ര ആവും? നമ്മൾ പറഞ്ഞല്ലോ, പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യുമ്പോൾ 400 മില്ലി ആംബിയറിൽ 300 മില്ലി ആംബിയറാണ് നിൽക്കുന്നത്. ഫുൾ ഷോട്ട് വരുന്ന സമയത്ത് നോ പ്രോബ്ലം. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു അബ്നോർമൽ റീഡിങ് വരികയാണ്, ഒരു 300-400 വരികയാണ്. പക്ഷെ നമ്മളെ ഒരു ഏരിയ ഹീറ്റ് ആവുന്നുണ്ട് കാണുന്നു. ആ ഹീറ്റ് ആവുന്ന ഏരിയയിൽ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എത്ര റീഡിങ് ഉണ്ടാവുക? ഹീറ്റ് ആവുന്ന ഏരിയയിൽ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ 0 മൾട്ടിമീറ്റർ കാണിക്കുള്ളൂ. ഷോർട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോർമൽ വാല്യൂ കാണിക്കും. ഒരു 300 നോർമൽ വാല്യൂ എത്രയാണ്? ഒരു 300 ഒക്കെ കാണിക്കാറുണ്ട്. 300 350 ഒക്കെ. 300 നമുക്ക് നോർമൽ വാല്യൂ ഒക്കെ എടുക്കാം. ഓക്കെ, 300 നമ്മൾ മൾട്ടിമീറ്റർ റെഡ് പ്രോബ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ ബ്ലാക്ക് പ്രോബ് അവിടെ നോക്കുമ്പോൾ എത്ര കിട്ടും? 300 കിട്ടും. പക്ഷേ ഈ 300 എന്നുള്ള വാല്യൂ നമ്മൾ അവിടെ എങ്ങനെ തിരിച്ചും മറിച്ചിട്ട് വെച്ച് കഴിഞ്ഞാലും അവിടെ 300 കിട്ടും. പക്ഷെ നമ്മളത് നോർമൽ ആണെന്ന് എന്ത് ചെയ്യും, അവിടെ നമ്മൾ തീരുമാനിക്കും. സത്യത്തിൽ ഈ വാല്യൂ ആ ഒരു സെക്ഷനെ സംബന്ധിച്ചുള്ള ഈ ഒരു വാല്യൂ അവിടെ എന്താണ്? റോങ് ആണ്. ആ വാല്യൂ അവിടെ റോങ് ആണ്. അതിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിയോ IC, അതായത് ഇതിപ്പോൾ ഐഫോണിന്റെ ഏത് മോഡൽ എടുക്കുകയാണെങ്കിലും ഓഡിയോ ഐസിന്റെ ഒരു VDD ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ലൈനിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഇതാണ് അതിന്റെ VDD ബൂസ്റ്റ്. ഇവിടെ നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ഉള്ള സെറ്റുമ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും വർക്കിംഗ് ഇല്ലാത്ത സെറ്റുമ്പോൾ ചെക്ക് ചെയ്ത് ഏത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ട് അല്ല എങ്കിൽ ഇവിടുത്തെ വാല്യൂ എത്ര ആവുമെന്ന് അറിയോ? അതായത് നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു 300-400 ഉണ്ടാവുള്ളൂ. എത്ര ഉണ്ടാവുള്ളൂ? 300-400 ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സർക്യൂട്ട് ഷോർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 0 കിട്ടും. അതിൽ തെറ്റൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ ഇപ്പോൾ കിട്ടിയ XR എന്ന് പറഞ്ഞത് ഈ ലൈൻ എന്താണ്? ഷോർട്ട് സർക്യൂട്ടാണ്. ഈ ലൈന് ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ ഇതിൽ ഏതാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ റിമൂവ് ചെയ്താൽ മതി. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറയാം, നിങ്ങൾക്ക് അറിയുന്നതുണ്ടാവും. പക്ഷെ ലീക്കേജ് ആയിട്ട് വരുന്ന സമയത്ത് അതേപോലത്തെ റീഡിങ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇവിടെ നിങ്ങൾ മൾട്ടിമീറ്ററും എങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കപ്പാസിറ്ററിൽ 1, 2, 3, 4, 5, 6 കപ്പാസിറ്ററിൽ ഏത് കപ്പാസിറ്ററും ലീക്കേജ് ഷോർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ കിട്ടുന്ന റീഡിങ് എത്ര ആവും എന്ന് പറയാനാണ് ഈ 300 ഉണ്ടാവും. അതായത് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ കഴിയൂല. അതായത് ഇവിടെ ഒരു ലീക്കേജ് ഉള്ള ഒരു സെറ്റ് വന്നു, നമുക്ക് ഈ ഒരു ലൈനിൽ ലീക്കേജ് ആണ്. ലീക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീക്കേജ് സർക്യൂട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റീഡിങ് നിങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാ നോർമൽ വാല്യൂ തന്നെയാണ് കാണിക്കുക. അതിന് കാരണം എന്തെങ്കിലും ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? സാധാരണ അവിടുത്തെ റീഡിങ് നിങ്ങൾ ഇന്ന് പോയിട്ട് ഒരു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 300, 500 റീഡിങ് അവിടെ കാണിക്കും. ഓക്കെ, 300, 500 റീഡിങ് അവിടെ കാണിക്കും. പക്ഷെ നിങ്ങളത് അവിടെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന വാല്യൂ ആ കപ്പാസിറ്റർ അവിടെ ലീക്കേജ് ആണെങ്കിലും ഈ ഒരു 300, 250 കിട്ടും. അതിന് കാരണം ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ആ IC ഉള്ളതുകൊണ്ട്, എങ്ങനെ? ആ ODIC ഉള്ളതുകൊണ്ടാണോ? ODIC ഉള്ളതുകൊണ്ട് 300 റീഡിങ് കിട്ടുന്ന എന്താ പ്രശ്നമുള്ളത്? ലീക്കേജ് അല്ല നമ്മൾ പറഞ്ഞത്. ലീക്കേജ് ആണ് ഞാൻ പറഞ്ഞത്. അവിടെ എന്താണ് ലീക്കേജ് ആണ്. ആ കപ്പാസിറ്റർ അവിടെ ലീക്കേജ് ആണെങ്കിലും ഫുൾ ഷോട്ട് ആണെങ്കിൽ അവിടെ 0 കാണിക്കും. പക്ഷെ ആ കപ്പാസിറ്റർ ലീക്കേജ് ആണെങ്കിൽ അവിടെ ഈ 300, 250 കാണിക്കും. അതിന് കാരണം എന്താണെന്ന് അറിയോ? ആർക്കെങ്കിലും അറിയോ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫോണിനകത്ത് ഒരു 400 മില്ലി ആമ്പർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എന്ത്, ഒരു ലൈന് ഷോർട്ട് ഉണ്ട് എന്നുള്ളത് കിട്ടി. പക്ഷെ നമ്മൾ ഷോർട്ടിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഒരു നോർമൽ റീഡിനെക്കാട്ടിലും ഒരു അബ്നോർമൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് വരിക എന്ന് പഠിച്ചു. അപ്പൊ നമുക്കൊരു ഒരിക്കലും ഒരു 200, 300 എന്നുള്ളത് ഒരു അബ്നോർമൽ റീഡിംഗ് അല്ലല്ലോ, അല്ല. അപ്പൊ നമുക്ക് എങ്ങനെ അതൊരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും? ആർക്കെങ്കിലും അറിയാം മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളത്? അത് ഒരു പക്ഷേ അത് നമ്മൾ എങ്ങനെ തിയറി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിക്കോളണമെന്നില്ല. അതൊരു എക്സ്പീരിയൻസ് മാത്രമേ ചിലപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ആ പറഞ്ഞോളൂ. ആ മൈക്ക് മ്യൂട്ട് ചെയ്തു. ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അക്ബർ, മുഹമ്മദ് അക്ബർ അറിയോ? മ്യൂട്ടാക്കി ഇല്ല സാറേ. വേറെ ആർക്കെങ്കിലും അറിയോ? അഭികാന്ത്, എന്തുകൊണ്ട് എന്നുള്ളത് ഞാനിവിടെ ഉത്തരം പറഞ്ഞു പോയതാണ്. പക്ഷെ അതെന്താ വെച്ചാൽ ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള കംപ്ലൈന്റ് വരുന്ന സമയത്ത് അത് നമ്മളെ മൈൻഡിൽ ആരടുത്തും ഉണ്ടാവില്ല. അത് നമുക്കൊരു സൊല്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ കുറെ സമയം അത് മെനക്കെട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ എങ്ങനെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് പരിഹരിക്കാൻ കഴിയൂല. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഫോണിനകത്ത് വരുന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇതെന്താ വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഈ ഒരു സംഗതി പറഞ്ഞു പോയി. ഇത് ശരിക്കും ഞാൻ ഇങ്ങനെയല്ല ഇത് പ്ലാൻ ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ടൊരു ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. പറയാൻ കഴിയുമോ ആർക്കെങ്കിലും? അഫ്സലേ, ഞാൻ അതിന്റെ ഉത്തരങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സർക്യൂട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ വേറെ വരുന്നുണ്ടാവും. എന്നാൽ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ആകെ പോകുന്നത് എടുക്കുകയാണ് ജസ്റ്റ് ഒരു ഓഡിയോസിന്റെ ഔട്ട്പുട്ടിലായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു കപ്പാസിറ്റർ ഒരു ഇത് മാത്രമേ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. ഇത് വെച്ചിട്ട് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഇത് വെച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്തില്ല, കുറെ കുത്തും കോമി ഉണ്ടെന്നല്ലാതെ. ODIC ആണ്. എനിക്ക് വീഡിയോമേ വരുന്നുണ്ട്. സ്പീക്കറിന് ബൂസ്റ്റ് ആണ്. ഈ കപ്പാസിറ്റർ ഷോർട്ടായി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആരുമില്ലേ? കിട്ടിയിട്ടുണ്ട് സാറേ. XR ഓഡിയോ സെക്ഷനിൽ ഷോർട്ട് കോമൺ ആണ്. കോമൺ ആണ്. അത് XR മാത്രമല്ല അധിക ഫോണിലും ആ ഒരു കപ്പാസിറ്റർ ഷോർട്ട് കോമൺ ആണ്. ഒരുപാട് സെറ്റിലുണ്ടാവും. ആ ഒരുപാട് സെറ്റിൽ ഈ പറഞ്ഞ മാതിരി 300, 400 നിൽക്കുന്ന സെറ്റും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവലുണ്ട്. ഒന്നുകിൽ സ്പീക്കറിൽ സൗണ്ട് വരുന്ന സമയത്താണ് ഓഫായി പോവുക. അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ എങ്ങനെ റീഡിങ് എടുത്തു കഴിഞ്ഞാലും അത് കിട്ടാറില്ല. അപ്പൊ അതും കൂടി ജസ്റ്റ് നോക്കി നോക്കുക. പറഞ്ഞോളൂ, ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? അതായത് അവിടെ എത്ര ഉള്ളൂ, അവിടെ വരുന്ന ആ വാല്യൂ, അതായത് ആ ഒരു ചിപ്പിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ IC റിമൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള വാല്യൂ അവിടെ എത്രയെന്നറിയോ? അവിടെ IC റിമൂവ് ചെയ്താലുള്ള വാല്യൂ അത് നിങ്ങൾക്ക് ഇതിൽ സ്ക്രീൻ ഷെയർ ചെയ്തുതരാം. അവിടെ ആ IC റിമൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ആർക്കും പറയാൻ പറ്റുന്നുണ്ട്? ഈ IC റിമൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ എത്ര ആവും? OL OL ആവൂലേ? അല്ലേ?
അപ്പോൾ ഇവിടെ എത്ര വാല്യൂ വരേണ്ടത്? ഓയിലല്ലേ വരേണ്ടത്. ഇനി നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കും മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അവിടെ എത്ര റീഡിങ് കിട്ടും? ലീക്കേജ് ആണെന്നുണ്ടെങ്കിൽ റീഡിങ് കിട്ടും. അതായത് ഈ 300 ഈ 500 ആയിട്ടുള്ള റീഡിങ് അവിടെ കിട്ടും. അതായത് ആ 3 കപ്പാസിറ്ററിൽ ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ ഇത് ലീക്കേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നോർമലി വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ലൈൻ കപ്പാസിറ്റർ മാത്രമേ ആ സർക്യൂട്ടിലുള്ളൂ. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്ത് ലീക്കേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വാല്യൂ ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും. 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും പിടിക്കാൻ പറ്റും. ഒരു 100 ആയി കഴിഞ്ഞാലും നമുക്ക് പിടിക്കാൻ പറ്റും. പക്ഷെ ഒരു 200 300 ആ ലെവൽക്ക് ആണ് അവിടെ ഒരു ഷോർട്ടായ കപ്പാസിറ്റർ ഉള്ളത് എങ്കിൽ നമ്മളത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് നോർമൽ വാല്യൂ ആണെന്ന് നമ്മുടെ മുന്നിൽ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? അത് നമ്മൾ എങ്ങനെ ഒരു 0 ലൈൻ ഒരു അബ്നോർമൽ ആയിട്ടുള്ള റീഡിങ്ങോ നമ്മൾ എവിടെ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. കാരണം ആ കപ്പാസിറ്റർ ലീക്കേജ് ആണ്. അവിടെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഐസി അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ആ ഓഡി ഐസി റിമൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള വാല്യൂ ഓയിലാണ്. ഇനി നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 300 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്ത് മനസ്സിലാക്കാം? അല്ല ലീക്കേജ്. ഓക്കെ, ലീക്കേജ്. അല്ല സാറേ, അന്നേരം ഇത് നോർമൽ കണ്ടീഷനിലാടെ ഷോർട്ട് ഒന്നും ഇല്ലാത്തൊരു കംപ്ലൈന്റ് ഇല്ലാത്തൊരു ഫോണിന് പോയല്ല കാണിക്കുക. എങ്ങനെ മനസ്സിലായില്ല? അല്ല അത് ഐസിന്റെ റീഡിംഗ് ഉണ്ടാവും. അപ്പൊ സാറേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഐസി ഉള്ളതുകൊണ്ടാണ്. ഐസി ഉള്ളത് കൊണ്ടാണ് അവിടെ 300 കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഷോർട്ട് സർക്യൂട്ടിൽ ഐസി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 300 കാണിക്കൂലേ? അതാണ് ഞാൻ ചോദ്യം. അതാണ് പ്രശ്നം പറഞ്ഞത്. അതായത് അവിടെ ഐസി ഉണ്ടെങ്കിലും അവിടെ 300 കാണിക്കുന്നുണ്ട്, ഐസി ഇല്ലെങ്കിലും 300 കാണിക്കും. അവിടെ ഐസി ഇല്ലെങ്കിൽ അവിടെ എത്ര കാണിക്കേണ്ടത്? ഓയിലാണ് കാണിക്കേണ്ടത്. അപ്പൊ ഇതെന്താ പ്രശ്നം? ഓയിലാണ് കാണിക്കേണ്ടത്. അത് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ കുറച്ച് സർക്യൂട്ടും കൂടി ഫോണിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ പഠിച്ച്, അതായത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഒരു സർക്യൂട്ടിൽ 300 400 എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും സെക്കൻഡ് ലൈന് ഷോർട്ട് ആണ് എന്നുള്ളതും, നമ്മളിപ്പോൾ ഓതി പഠിച്ചിട്ട് മാതിരി ഷോർട്ട് ആണ് എന്നുള്ളതും, അങ്ങനെ വരുന്ന സമയത്ത് ഒരു ലൈനിൽ എന്തായാലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും എന്നുള്ളതും നിങ്ങൾ പഠിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി വരുന്ന സമയത്ത് ആ പ്രിൻസിപ്പിൾ അവിടെ വർക്കിംഗ് അല്ല. കാരണം അതിൻ്റെ ലൈന് സ്പീക്കർ ആംബ്, അതായത് സ്പീക്കറിന് ആംപ്ലിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വോൾട്ടേജ്, അത് സ്പീക്കർ സൗണ്ട് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വോൾട്ടേജ് അവിടെ ഓൾറെഡി ഒരു 3.5 വോൾട്ടേജ് അവിടെ വന്ന് നിൽക്കും. 3.5 വോൾട്ടേജ് അവിടെ വന്ന് നിൽക്കും. അത് വന്ന് നിൽക്കുന്നത് എങ്ങനെയാണ്? ഓഡിയൈസിന്റെ ഇന്റേണലി ആയിട്ട് വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അതായത് ഡയറക്റ്റ് റെഗുലേറ്ററൈസോ കാര്യങ്ങളോ ഇല്ലാതെ ആ ഒരു ODICക്ക് ഒരു VDD മെയിൻ വന്നതിന് ശേഷം അതിൽ നിന്ന് ഡയറക്റ്റ് ഒരു 3.5 വോൾട്ടേജ് അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ കപ്പാസിറ്റർ ലീക്കേജോ ഷോർട്ടോ ഉണ്ടെങ്കിൽ ODIC എന്ത് ചെയ്യും? ഹീറ്റ് ആവും. ODIC ഹീറ്റ് ആവും. പക്ഷെ ഒരു ചെറിയ അളവിലാണ് അത് ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ODIC കപ്പാസിറ്റർ ഉണ്ടാവും. അതുകൊണ്ട് സെറ്റ് വർക്ക് ആവും ചെയ്യും. പക്ഷെ ചില സമയത്ത് നമ്മൾ ഫോൺ ഓൺ ആക്കുന്ന സമയത്ത് സൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ അത്രയും വോൾട്ടേജ് അവിടെ കപ്പാസിറ്റി എന്തിനുണ്ടാവില്ല. ആ കപ്പാസിറ്റർ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? വോൾട്ടേജ് നല്ല ഡ്രോപ്പ് സംഭവിക്കും. അപ്പം എന്ത് ചെയ്യും? സെറ്റ് ഓഫോ റീസ്റ്റാർട്ടോ ആവും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഫോൺ ഓൺ ആക്കിയിട്ട് വോളിയം ബട്ടൺ നിൽക്കുന്ന സമയത്ത് ഒരു ODICന്റെ അതേ പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെ? അതായത് സൗണ്ട് കൂടില്ല കുറയില്ല, അങ്ങനത്തെ ഒരു എന്തൊക്കെയോ ഒരു എററുള്ള മാതിരി വോളിയം ബട്ടൺ നിൽക്കുമ്പോൾ തന്നെ ODIC മെയിൻ കോഡൊക്കെ റിമൂവ് ചെയ്താലുള്ള കണ്ടീഷനിൽ വോളിയം അപ്പ് ആവില്ല കുറയില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിലും ആ ഫോൺ എത്തും. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? അത് ODICയിലൂടെ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു വോൾട്ടേജ് ആണ് 3.5 വോൾട്ടേജ്. അതുകൊണ്ട് എന്താണ് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു മില്ലി ആംപിയറിൽ കൊടുക്കുന്ന സമയത്ത് ഫുൾ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താവും? ഇവിടെ 1.1 എടുക്കുള്ളൂ. ഒരു 1.2 വരെ എടുക്കാറുള്ളൂ. കാരണം അത് ഫുൾ ഷോർട്ട് ആയി കഴിഞ്ഞാൽ ആ ലൈന് ഫുൾ ഷോർട്ട് ആയിട്ടും ഇവിടെ 1 എടുക്കാൻ കാരണം എന്താണ്? അതായത് ഫുൾ വോൾട്ടേജ് എടുക്കുക എത്തണില്ല, ആ കപ്പാസിറ്റർക്ക് എത്തണില്ല. കാരണം ODICയിലൂടെ കയറിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? പോണത്. അത് ക്ലിയർ ആയോ? അതായത് നമ്മൾ പറഞ്ഞ ഐഫോൺ അതേ കേസിൽ ഒരു മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മോസ്ഫെറ്റ് എന്നുള്ള ഒരു IC ഉപയോഗിച്ചിട്ട് നമുക്ക് VBAT നിന്ന് VDD ആക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പവർ സപ്ലൈ ഷോർട്ട് കാണിക്കും, VBAT എന്ത് കാണിക്കൂല? ഷോർട്ട് കാണിക്കൂല. നമ്മൾ എന്ത് ചെയ്യും? പവർ സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഷോർട്ട് കാണിക്കുമ്പോൾ VBAT ഷോർട്ട് കാണിക്കില്ല. ഈ IC നമ്മൾ നേരെ അങ്ങോട്ട് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് പോയി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ IC ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ ഷോർട്ട് വരും. അതേ സെയിം സംഭവം തന്നെയാണ് ഈ ODICന്റെ കേസിലുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യും? ODIC ഇങ്ങോട്ട് ഊരിയെടുക്കും. ODIC ചെറിയ ഹീറ്റ് കാണുമ്പോൾ നമ്മൾ ODIC ഇങ്ങോട്ട് ഊരിയെടുക്കും.
സെറ്റിന് എന്തുണ്ടാവില്ല, ഈ 400 മില്ലി ആംബിയറിൽ ഷോർട്ട് ഉണ്ടാവില്ല. ഇനി 1 ആംബിയർ ആണെങ്കിൽ 1 ആംബിയറിൽ എന്തുണ്ടാവില്ല, പവർ സപ്ലൈ എന്ത് കാണിക്കൂല, ഷോർട്ട് കാണിക്കൂല. സെറ്റ് ഫുള്ള് വർക്കിംഗ് ആവും. ആ ODIC നമ്മൾ വീണ്ടും നമ്മൾ അവർക്ക് റീപ്ലേസ് ചെയ്യും. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അടുത്തുള്ള കപ്പാസിറ്റി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, കപ്പാസിറ്ററാണ് ഷോർട്ട് എന്ന് മനസ്സിലാക്കിയാണ് അത് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം, അതായത് ഇങ്ങനെ ODICയിൽ കയറി ഇറങ്ങി പോകുന്നതാണെന്നുള്ളതും ലീക്കേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വർക്ക് ആവില്ല എന്ന് പറയുമ്പോൾ എന്താവും, നമ്മൾ കൺഫ്യൂഷൻ ആവും. കാരണം നമ്മൾ മൾട്ടിമീറ്ററും എങ്ങനെ കപ്പാസിറ്റി ഷോർട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, അവിടെ ഷോർട്ട് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ODIC ആണ് ഹീറ്റ് ആവുന്നത് എന്ന് വിചാരിച്ച് ODIC ഊരിട്ട് നമ്മൾ വേറെ ODIC ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇതിന്റെ ഓരോ റീഡിങ് നമ്മൾ എടുത്ത് നോക്കണം എന്ന് പറയല്ലോ. അങ്ങനെ ഓരോ റീഡിങ് എടുത്ത് നോക്കുമ്പോൾ അതിൽ OL എന്ന് കാണിക്കുന്നിടത്ത് എന്ത് ചെയ്യും, ഇവിടെ പറഞ്ഞ അതേ ഒരു റീഡിങ് അവിടെ കാണിക്കും. ഇപ്പം നമുക്ക് മനസ്സിലാക്കുക ആ റീഡിങ് അവിടെ തെറ്റാണെന്നുള്ളത്. OL റീഡിങ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ആ സർക്യൂട്ട് റോങ് ആണ്. OL സാധാരണ രീതിയിൽ ഒരു റീഡിംഗ് ഉള്ള സ്ഥലത്ത് ഒരു OL വന്നു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറും. അതല്ല, ഒരു OL ഓൾറെഡി കാണിക്കുന്ന സ്ഥലത്ത് ഒരു റീഡിംഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആരെങ്കിലും ഒരു സീരീസ് ആയിട്ട് കൊടുത്ത കപ്പാസിറ്റർ ഷോർട്ട് ചെയ്യുന്ന കേസിലല്ല പറഞ്ഞത്, ഇത് വേറെയാണ്. അപ്പോൾ ഈ സിഗ്നൽ ഇങ്ങോട്ട് കടക്കുന്നേ ഉള്ളൂ. പക്ഷേ ഒരു വോൾട്ടേജ് പോകുന്ന ലൈനിൽ ഒരു OL എന്ന് കാണിക്കുന്ന റീഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്ററിൽ ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ കപ്പാസിറ്ററിന് ഷോർട്ട് ആണെങ്കിൽ എന്താ റീഡിംഗ് ഉണ്ടാവുക, ഒരു ഓപ്പൺ ആയിട്ടാണ്. കാരണം അതിൽ എന്തെങ്കിലും വോൾട്ടേജ് അങ്ങോട്ടൊന്നും പാസ് ചെയ്യൂല. അപ്പൊ ഇവിടെ ഉള്ളത് എന്താണ്, ഒരു 5 കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. ഒരു 5 കപ്പാസിറ്റർ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആംപ്ലിഫയറിന്റെ ബൂസ്റ്റ് സർക്യൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ എന്താ ഉണ്ടാവും, ഒരു 300 ലീക്കേജിക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ ഈ 300 എന്ത് ചെയ്യും, ഈ OL എന്ന കണക്ഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ 3 കപ്പാസിറ്ററിലോ അല്ലെങ്കിൽ 5 കപ്പാസിറ്ററിലോ ഏതെങ്കിലും ഒന്ന് കംപ്ലൈന്റ് ആയിട്ടുണ്ടാവും എന്നുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയോ? ഈ പറഞ്ഞ സംഗതി ക്ലിയർ ആയോ? എന്ത് ക്ലിയർ ആവാനല്ലേ? അതൊക്കെ മനസ്സിലായോ ഉബൈദക്ക? മനസ്സിലായി. അതായത് ഐഫോണിന്റെ കേസിലല്ല, ആൻഡ്രോയിഡ് കേസിൽ വരാറുണ്ടോ? ആൻഡ്രോയിഡ് കേസിൽ ഇതേ കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ OD സെക്ഷനില്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മറ്റേ ഐഫോണിലൊക്കെ OL എന്നത് സ്കീമാറ്റിക്സ് ഉണ്ടാവുമല്ലോ. ഉണ്ടാവും, അതാ പറഞ്ഞത്. നിങ്ങളെ പേരെന്തായിരുന്നു? സുൽത്താൻ. സുൽത്താൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വേണം, നമ്മളൊരു റീഡിങ് എടുക്കുന്ന സമയത്ത് അവിടെ വരുന്ന റീഡിങ് എന്താണ് എങ്ങനെയെന്ന് നമ്മൾ ആദ്യം പഠിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ടിൽ അത് OL ആണോ അല്ലേന്ന് അറിയാനുള്ള മാർഗം സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടും. കാരണം ഒരു കപ്പാസിറ്ററിന് അക്രോസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താ വാല്യൂ ഉണ്ടാവുക, ഒരു സൈഡ് വാല്യൂ ഉണ്ടാവും. കപ്പാസിറ്റർ അക്രോസിൽ വാല്യൂ ഉണ്ടാവുമോ? കപ്പാസിറ്റർ എടുത്ത് വെച്ചിട്ടാണ് പറഞ്ഞത്. ഒന്നുമില്ല OL രണ്ടും അല്ല ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു സർക്യൂട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിൽ ഫുള്ള് ഒരു ലൈനിൽ ഫുള്ള് കപ്പാസിറ്റർ ആണ് കാണിക്കണമെന്ന് വിചാരിക്കുക. ഒരു ലൈനിൽ ഫുള്ള് കപ്പാസിറ്റർ ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ IC ഊരി കഴിഞ്ഞാൽ ആ പോയിന്റിൽ എത്ര ഉണ്ടാവുള്ളൂ, OL അല്ലേ ഉണ്ടാവുള്ളൂ. അതെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു ODIC ഒക്കെ ഹീറ്റ് ആവുക, ODIC മാറ്റിയിട്ടിട്ടും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നോർമൽ വാല്യൂ ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് ഓപ്പൺ ആക്കിയിട്ട് ആ ലൈനിൽ എത്ര കപ്പാസിറ്റി പോകുന്നുണ്ട്, അത് വേറെ എങ്ങോട്ടെങ്കിലും ലൂപ്പായി പോകുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ വേണം റീഡിങ് എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 10-20 ഫോണിന്റെ മൾട്ടിമീറ്ററിന്റെ ICന്റെ റീഡിങ് എടുത്ത് വെക്കണം എന്നുള്ളത്. ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടും എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ OL കാണിക്കുന്നിടത്ത് റീഡിങ് വന്നു കഴിഞ്ഞാൽ ആ ലൈൻ എന്താണ്, ഷോർട്ട് ആണെന്നുള്ളതും, OL റീഡിങ് കാണിക്കുന്നിടത്ത് ആ ലൈനിൽ OL കാണിച്ചു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഓപ്പൺ ആണ് എന്നും മനസ്സിലാക്കുക. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണ്. പക്ഷെ ഈ കേസിൽ ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം, ഈ സെറ്റ് XR അങ്ങനെ ഒരു റിപ്പയർ ചെയ്തു, നമ്മളെ പ്രശ്നം അവിടെ സോൾവ് ആയിട്ടില്ല. ഈ പ്രോബ്ലത്തിന് ഇത് പലപ്പോഴും ഇത് എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 7, iPhone 6, 6S, 7, 7+, അതേപോലെ തന്നെ iPhone അങ്ങനത്തെ XR ഇങ്ങനെ കുറച്ച് മോഡലിൽ ഓഡിയോ ആംപ്ലിഫയർ, ഓഡിയോ കൊടക്കല്ല ഓഡിയോ ആംപ്ലിഫയറിൽ വരുന്ന ഇങ്ങനെ ഒരു 5 കപ്പാസിറ്റർ ഉണ്ടാവും. ഈ 5 കപ്പാസിറ്റർ ലീക്കേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിമീറ്ററിൽ കണ്ടെത്താൻ കഴിയൂല എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് കാരണം എന്താണ്, ഇത് ഓൾറെഡി ഒരു VDD അല്ലെങ്കിൽ ഒരു VPH അല്ലെങ്കിൽ ഒരു VCC ഈ ഒരു ഓഡിയോ ആംപ്ലിഫയറിലേക്ക് വന്നതിന് ശേഷം ഇതിനകത്ത് എന്തുണ്ട്, ഇത് ഓഡിയോ ICനകത്ത് എന്തുണ്ട്, ഇതേപോലെ സിഗ്നൽ വരാനും പോവാനും സ്വിച്ചിങ്ങും ബൂസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് എന്തുണ്ട്, ഇതിനകത്തൊരു ആർക്കിടെക്ചർ അങ്ങനെയാണ്. ഇവിടെ ഒരു ബൂസ്റ്റ് സർക്യൂട്ട് ഉണ്ട്, ഇതിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത്രയും കപ്പാസിറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അത്രയും കപ്പാസിറ്റർ ഈ ഒറ്റ ലൈനിൽ നിന്ന് ഒരു 5 കപ്പാസിറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും.
ഈ 5 കപ്പാസിറ്റർ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വോളിയം കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് ഇവിടുത്തെ വോൾട്ടേജ് എന്താവും, ഒരു 3.5 വോൾട്ടേജ് ടു 9 അല്ലെങ്കിൽ 12 വോൾട്ട് വരെ ഇവിടെ എന്ത് ചെയ്യും, വ്യത്യാസം ഉണ്ടാവും. വോൾട്ടേജിൽ വ്യത്യാസം വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൗണ്ട് കൂടുതലും കുറയ്ക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, അതൊന്ന് എന്താ പറയുക, അത്രയും സ്റ്റോർ ചെയ്ത കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഒന്ന് ടാലി ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതെന്താ, ഇതിനകത്ത് കൂടെ കയറി ഒരു ബൂസ്റ്റിംഗ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്റർ നമുക്ക് ഷോർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫുൾ ഷോർട്ട് ആയി കഴിഞ്ഞാൽ നമ്മളെ റീഡിങ് എത്ര ഉണ്ടാവുള്ളൂ, ഒരു 1.5 മാക്സിമം ഉണ്ടാവുള്ളൂ. പക്ഷെ ലീക്കേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നേരെ അതൊരു 400, 200, 300 ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഇത് നമ്മൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എന്തുണ്ടാവില്ല, അവിടെ ഒരു സാധാ കാണിക്കുന്ന നോർമൽ റീഡിങ് ഉണ്ടാവുള്ളൂ. നേരെ തിരിച്ച് അതിനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾ ഫോൺ സൗണ്ട് ഇടുന്ന സമയത്ത്, നല്ല ഹൈ സൗണ്ട് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫോൺ റീസ്റ്റാർട്ട് ആവുക, ഓഫ് ആവുക, അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വരും. അല്ല എങ്കിൽ ഈ ചെറിയ 300 mA ലീക്കേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഐസി ചിലപ്പം ഹീറ്റ് ആയിക്കോളണം അവിടെ നിർബന്ധമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കപ്പാസിറ്റർ, അതായത് ഇങ്ങനത്തെ ലൈന് വരുന്ന കപ്പാസിറ്റർ സർക്യൂട്ടിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങളെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അതായത് എക്സ്പീരിയൻസ് കണ്ടെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റാണ് കിട്ടിയിട്ടാണ് കുടുങ്ങുന്ന സമയത്ത് അതിൽ എത്തുള്ളൂ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അതൊരു പ്രശ്നമേ ഉണ്ടാവില്ല. നിങ്ങൾക്കത് ODIC ആണോ അല്ലെങ്കിൽ ഏത് സെക്ഷൻക്ക് പോകണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അതായത് കസ്റ്റമർ തരുന്ന ഡാറ്റ വെച്ചിട്ട്, അതായത് ഈ ഒരു ODIC പറയാൻ കാരണം, ലീക്കേജ് വരുന്ന സമയത്ത് കസ്റ്റമർ പറയുന്നത് സൗണ്ട് കൂട്ടുന്ന സമയത്ത് സെറ്റ് ഓഫായി പോവുക, അല്ലെങ്കിൽ ചില സമയത്ത് ODIക്ക് ഒരു ഹമ്മിങ് സൗണ്ട് പോലത്തെ സൗണ്ടൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കണക്ട് ചെയ്യാൻ പറ്റണം. ഏത് സെക്ഷനിലോട്ട് പോകണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ODIC ഊരുക. പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അതേ സംഭവം, എന്ത്, ഓരോ റീഡിങ് കൊടുക്കുക. ഓരോ റീഡിങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അതായത് ഇങ്ങനെ വന്നതിന് ശേഷം റീഡിങ് എടുക്കാൻ നിങ്ങൾക്ക് ആർക്കറിയാത്ത ആരെങ്കിലും ഉണ്ടാ, ഈ കാണുന്ന റീഡിങ് ഉണ്ടാ, ഈ റീഡിങ് കറക്റ്റ് ആണോ നോക്കുക. അപ്പം പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ ഓയിലിൽ ഒരു റീഡിങ് കിട്ടും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ ആവും ഷോർട്ട് ഉണ്ടാവുക. നമ്മുടെ കേസിൽ ഉണ്ടായിരുന്ന കപ്പാസിറ്റർ എന്ന് കഴിഞ്ഞാൽ അവർ തട്ടിയിട്ട് കപ്പാസിറ്റർ ഇത് രണ്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2 കപ്പാസിറ്റർ ആയിരുന്നു പ്രശ്നം ഉണ്ടായത്. ഈ 2 കപ്പാസിറ്റർ മാറ്റിയിട്ട് കൊടുക്കുക വേണം, ഒരിക്കലും റിമൂവ് ചെയ്ത് ഒഴിവാക്കരുത്. എന്ത് ചെയ്യുക, കപ്പാസിറ്റർ ഷോർട്ട് ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ മാറ്റിയിട്ട് കൊടുക്കുക. ഓക്കെ. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ഇതിൽ നിന്ന് തന്നെ അടുത്ത ചോദ്യമാണ്, ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഇത് ഫോട്ടോ എല്ലാവരും നോക്കി വെക്കുക. ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഏത് കപ്പാസിറ്റർ ആണ് ഷോർട്ട് എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും? നമ്മൾ പറഞ്ഞു എന്ത്, അതിൽ നിന്ന് ഏത് കപ്പാസിറ്റർ ആണ് എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. ഞാനിവിടെ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഡാറ്റ 4 വോൾട്ട് 3 ആംപിയർ നമ്മൾ കൊടുത്തു. അതിൽ നിന്ന് എന്തുണ്ട്, അതും കൂടി നോക്കണേ. അത് ലീക്കേജ് ആണെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിലും അതെങ്ങനെ പഠിക്കണം. ഇൻപുട്ടിലേക്ക് എന്ത് ചെയ്ത് ഒരു VDD കൊടുത്തു. ഇവിടെ എന്തുണ്ട്, ഒരു പവർ ആംപ്ലിഫയർ ഉണ്ട്. ഇതിൽ എന്തുണ്ട്, 5 കപ്പാസിറ്റർ ഉണ്ട്. ഒന്ന് 2 3 4 5 C1 C2 C3 C4 C5 ഇത് ഓഡിയോ. നമ്മൾ പറഞ്ഞു ഇൻപുട്ട് കൊടുത്തത് 4 വോൾട്ട് 3 ആംപിയർ 1.1 മില്ലി ആംപിയർ കൊടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കാര്യം പങ്ക് പറയുന്നുണ്ട്, ഇതിൽ നിന്ന് പോയിട്ട് ഇവിടുന്ന് ഈ വോൾട്ടേജ് നേരെ ഇതിലൂടെ ഈ ഐസിയിലൂടെ പാസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് പോണത്. ഇതിവിടെ നോർമലി 3.5 വോൾട്ടേജ് അവിടെ വന്ന് നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ഇതിൽ ഒരു ഫുൾ ഷോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ ലൈനിൽ ഫുൾ ഷോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ, ഒരു 1 1.5 ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൽ നിന്ന് ഏത് കപ്പാസിറ്റർ ആണോ ഷോർട്ട്, അതല്ല ODIC ആണോ ഷോർട്ട് എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും? നിങ്ങൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ODIC എന്ത് ചെയ്യും, ഹീറ്റ് ആവും. ഈ ODIC ഹീറ്റ് ആവും എന്ന് പറഞ്ഞു. ODIC ഹീറ്റ് ആവാനുള്ള കാരണം എന്താവും, അതൊക്കെ പറയാൻ കഴിയുമോ അഫ്സലേ? സാർ ODIC അതിന്റെ ഔട്ട് ലൈൻ അല്ലേ? അതുകൊണ്ട് ODIC ഹീറ്റ് ആവും. പക്ഷെ നമുക്ക് എങ്ങനെ ഈ കപ്പാസിറ്റർ കണ്ടെത്തും? 1 2 3 4 5 കപ്പാസിറ്റർ എങ്ങനെ കണ്ടെത്തും? അല്ല, അതില് വോൾട്ടേജ് കൊടുത്തു നോക്കാം. എവിടെ കൊടുത്തു നോക്കുക? ഓൾറെഡി നമ്മൾ ഐസ് റിമൂവ് ചെയ്ത് വെച്ചേക്കല്ലേ? ഇല്ല, ഐസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല. ഇപ്പൊ റിമൂവ് ചെയ്യില്ല. അബ്നോർമൽ വാല്യൂ ഉള്ള ഇപ്പൊ ഈ 5 കപ്പാസിറ്റർ ലൈനില് ആ ബൂസ്റ്റിംഗ് വോൾട്ടേജ് എത്ര വരുന്ന വെച്ചാല്
അവിടെ ഇപ്പോ അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇതിലൊരു അബ്നോർമൽ വന്നു കഴിഞ്ഞാലും നോർമൽ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ മൾട്ടിമീറ്റർ റീഡിങ് സെയിം ആവും. പക്ഷെ പവർ സപ്ലൈ കൊടുക്കുന്ന സമയത്തുള്ള റീഡിങ് വ്യത്യാസം ഉണ്ടാവും. അത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗം എന്താ ചെയ്യുക, നിങ്ങൾ പറഞ്ഞ മാതിരി VDD-യിൽ നമ്മൾ വോൾട്ടേജ് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ODIC ചൂടാവുള്ളൂ. ഇവിടേക്ക് എന്ത് ചെയ്യില്ല, വോൾട്ടേജ് എത്തൂല. വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ ഹീറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ പോവാണ്. ഓക്കെ അല്ല, അങ്ങനെ തന്നെ അല്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി ഇവിടെ എന്ത് ചെയ്യുക, വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുൾ ഷോർട്ടിന്റെ കണ്ടീഷൻ, അതായത് ഫുൾ ഷോർട്ട് ആണ്, 0 ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു 3.5 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഏത് കപ്പാസിറ്റർ ആണോ ഹീറ്റ് ആവണമെന്ന് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ലീക്കേജ് ആണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങളൊരു സർക്യൂട്ട് ഓപ്പൺ ആക്കി. സർക്യൂട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിൽ കാണുന്ന അതായത് ഒരു ODIC ഉണ്ട്. ഒരു ODIC, ആ ODIC-ൽ നമുക്ക് പറഞ്ഞ ഒരു 3.5 വോൾട്ടേജ് ആണ് അവിടെ വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ആ കപ്പാസിറ്ററിൽ ഈ കപ്പാസിറ്ററിൻ്റെ സെക്ഷന് ലീക്കേജ് ആണോ ഷോർട്ട് ആണോ, ഈ കപ്പാസിറ്റർ തന്നെയാണോ ലീക്കേജ് ഷോർട്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? നമുക്കൊരു ഫുൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ, ഈ ഒരു ലൈന് ലീക്കേജ് ആണോ ഷോർട്ട് ആണോ എന്നുള്ളത് മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അല്ല, ഷോർട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും, ലീക്കേജ് കണ്ടെത്താൻ പറ്റില്ല. നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ക്ലിയർ അല്ല? അത് നമ്മൾ ചെയ്തല്ലോ. ലീക്കേജ് കണ്ടെത്താൻ പറ്റില്ലെന്ന് പ്രൂവ് ചെയ്തു. പക്ഷേ ലീക്കേജ് പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റും. വേറെ എന്തെങ്കിലും മാർഗം കൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും? ഹീറ്റ് ആക്കിയിട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അത് കണ്ടെത്താൻ പറ്റും? അത് വോൾട്ടേജ് ഇപ്പൊ റോസിനോ അല്ലെങ്കിൽ ഫ്ലക്സോ എന്തെങ്കിലും ഇട്ടിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ. അതിൽ അവിടെ ചെറുതായിട്ടെങ്കിലും മെൽറ്റ് ആവുമല്ലോ. കാരണം ഹീറ്റിംഗ് ഓവർ വന്നിട്ടില്ലെങ്കിലും ചെറുതായിട്ട് മെൽറ്റിങ്ങോ അഥവാ ഏതെങ്കിലും കപ്പാസിറ്റർ അതിൽ ആ ലൈൻ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അത് നമുക്ക് ഓക്കെ. പക്ഷെ ഞാൻ എൻ്റെ ചോദ്യം അതല്ല. ഈ ഒരു ലൈനൊക്കെ വിട്ടെന്ന് വിചാരിക്കുക. ഞങ്ങളെ കയ്യിൽ വേറൊരു ചോദ്യമാണ്. നിങ്ങളെ കയ്യിൽ ഒരു എന്താ പറയാ, ഒരു 5 കപ്പാസിറ്റർ നിങ്ങൾക്ക് തന്നു. 5 കപ്പാസിറ്റർ നിങ്ങൾക്ക് തന്ന് നിങ്ങളുള്ള സാധാരണ 5 കപ്പാസിറ്റർ തന്നിട്ട് അതിൽ ഒരു കപ്പാസിറ്റർ ഷോർട്ടുള്ള ഒരു കപ്പാസിറ്റർ ഉണ്ട്. അതായത് 5 കപ്പാസിറ്റർ നിങ്ങൾക്ക് തന്നു, അതിൽ ഒരു കപ്പാസിറ്റർ എന്തുണ്ട്, ഷോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ എന്തുണ്ട്, ലീക്കേജ് ഉണ്ട്. ഈ 4 കപ്പാസിറ്ററിന് ലീക്കേജ് ഉള്ള കപ്പാസിറ്റർ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതായത് നിങ്ങളെ കയ്യിൽ ഈ 1, 2, 3, 4 കപ്പാസിറ്റർ തന്നു. 4 കപ്പാസിറ്റർ ലീക്കേജ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? അല്ല, അതിന്റെ റീഡിങ് കാരണം ഓയിലിൽ കാണിക്കുന്നതല്ലേ. ഓയിൽ, അതായത് മൾട്ടിമീറ്റർ ഇല്ലാതെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൾട്ടിമീറ്റർ ഇല്ല എന്ന് പറയുമ്പോ പിന്നെ മൾട്ടിമീറ്റർ ഇല്ല, കൊടുക്കാനല്ലേ. പവർ സപ്ലൈ കയ്യിലുണ്ട്. പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് ഈ കപ്പാസിറ്റർ ലീക്കേജ് ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആംബിയർ കൂട്ടുക. 3.5 വോൾട്ട് ആംബിയർ 3 വോൾട്ട് കൊടുത്ത് ആംബിയർ 4 ഇട്ട് നോക്കുക, പിന്നെ 5 ഇട്ട് നോക്കുക. ഞാൻ അങ്ങനെ ചെയ്യല്. അങ്ങനെ അതല്ല, അത് നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് അതല്ല ഞാൻ ചോദിക്കുന്നത്. അതല്ല, ഇത് ലീക്കേജ് ആണോ അല്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? പറ്റും. ഇത് ലീക്കേജ് ആണോ അല്ലേ എന്നുള്ളത് ഒരു പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമ്മള് ആ ലൈനിൽ വരുന്ന വോൾട്ടേജും ആംബിയറും സെറ്റ് ചെയ്തിട്ട് എന്നല്ല, അതൊന്നുമില്ല. നമുക്ക് വരുന്നത് 4 കപ്പാസിറ്റർ തന്നിട്ടുള്ളൂ. വോൾട്ടേജ് ഒന്നും ചെറിയ ആംബിയർ കൺസ്യൂം ചെയ്യും. യെസ്, അതായത് ഒരു ചെറിയ മില്ലി ആംബിയർ അവിടെ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. നമ്മൾ പറഞ്ഞല്ലോ, എവിടെ നമ്മളിപ്പോ ഞാൻ ഇന്നലെ എടുത്ത എക്സാറിന്റെ സെറ്റിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 ആംബിയർ എടുത്തതിന് കാരണം ഈ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ലീക്കേജ് 300 മില്ലി ആംബിയർ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓയിലിൽ കാണിക്കുന്ന സ്ഥലത്ത് ഒരു റീഡിങ് ഉണ്ടാവും. അതൊരു 300 400 ഉണ്ടാവും. നമ്മളത് എങ്ങനെ കപ്പാസിറ്ററിന്റെ അക്രോസിലാണ് എന്ത് വരുന്നത്, ഈ ഒരു 300 വരുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന റീഡിങ് OL ആയതുകൊണ്ട് ഇവിടെ 300 കാണിച്ചു കഴിഞ്ഞാൽ കപ്പാസിറ്റർ എന്താണ്, കംപ്ലൈന്റ് ആണ്. അപ്പോൾ 300 എന്നുള്ളതിന്റെ ഡെഫിനേഷൻ എന്താവും? നിങ്ങൾ പറഞ്ഞോളൂ. നേരത്തെ ചോദിച്ച ആരായിരുന്നു? നേരത്തെ പറഞ്ഞോളൂ, തന്നെ പറഞ്ഞോളൂ. ആ 300 എന്ന് കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താവും? 300 അതിന്റെ ലീക്കേജ് വാല്യൂ. ലീക്കേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷൻ എന്താ? ഓംസ് ലോയുടെ ഡെഫിനേഷൻ എന്താ?
കണക്ക് കയറ്റേ, തിയറി കയറ്റേ. റെസിസ്റ്റൻസ് കൂടി. അല്ല, നെക്സ്റ്റ്. അല്ല, റെസിസ്റ്റൻസ് കുറഞ്ഞു. റെസിസ്റ്റൻസ് കുറഞ്ഞു. ഇവിടെ ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് എവിടെ ഉള്ളത്? കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ളത് അല്ലേ? നമുക്ക് അവിടെ ഓയിൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട്, അതായത് ഒരു എൻ സൈക്കിളാണ്, എൻ ഇൻഫിനിറ്റി ആണ് അവിടുത്തെ എന്തുള്ളത്? റെസിസ്റ്റൻസ് ഉള്ളത്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതായത് ഒരു വോൾട്ടേജിന് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഗതിക്ക് ഇവിടെ ഒരു വോൾട്ടേജ് വന്ന് കിടക്കുന്ന ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ ഇത് തമ്മിൽ എന്തില്ല, ഒരു നിലക്കും മുട്ടിക്കാൻ പറ്റുന്നില്ല. ഈ ഇങ്ങനെ മുട്ടിക്കാൻ പറ്റാത്തൊരു സാധനം ഒരു 300 എന്ന് പറയുന്ന ആ ഒരു ഇമ്പിഡൻസ് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വോൾട്ടേജ് പോകുന്നുണ്ട്, ഉണ്ടല്ലോ. ക്ലിയർ അല്ലേ? അങ്ങനെ വോൾട്ടേജ് പോകുമ്പോൾ അതിന് അക്രോസിൽ ഒരു പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന അവിടെ എന്ത് സംഭവിക്കും? അതന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മില്ലി ആമ്പ് കൺസ്യൂം ചെയ്യും. 1 മില്ലി ആമ്പ് അവിടെ കൺസ്യൂം ചെയ്യും. ഉം. അപ്പോ നമുക്ക് അതേ തിയറി നമുക്ക് ഈ ലൈനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു 3 വോൾട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ലൈനിലേക്ക് ഒരു 3 വോൾട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈന് ലീക്കേജ് ആണോ അല്ലെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റൂലേ? അപ്പോൾ ഈ ODIs റിമൂവ് ചെയ്യാതെ പറ്റുമോ? മില്ലി ആമ്പ് കൺസ്യൂം ചെയ്യും. ഇതേപോലെ തന്നെ റോസിന് ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ മെൽറ്റിംഗും വരില്ലേ? മെൽറ്റിംഗ് വരും. അതായത് ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ വലിയ കപ്പാസിറ്റർ ആണ്, ചെറിയ കപ്പാസിറ്റർ അല്ല. ഇതിന് ലീക്കേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി നല്ല വോൾട്ടേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ODIs റിമൂവ് ചെയ്യണം. പക്ഷേ നമുക്കൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീക്കേജ് ഉള്ള സെറ്റ് ഹീറ്റ് കണ്ടെത്താൻ പറ്റുള്ളൂ. അതായത് ഒരു പക്ക ഒരു ഷോർട്ട് സർക്യൂട്ടിലേക്ക് എത്താൻ നിൽക്കുന്ന ഡിവൈസുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിലേക്ക് കിട്ടുള്ളൂ. അല്ലാത്തത് അത്ര പെട്ടെന്ന് ഹീറ്റ് ആവാറില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. എനിക്ക് എല്ലാ സെറ്റും അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. എന്നാൽ ചില ഡിവൈസുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാനതങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹീറ്റ് ആവലുണ്ട്, ആവാതിരിക്കലുണ്ട്. കാരണം ഇതിൽ 3 വലിയ കപ്പാസിറ്ററും ചെറിയ 2 കപ്പാസിറ്ററും ഉണ്ട്. ഇപ്പം ഈ 3 വലിയ കപ്പാസിറ്ററിൽ എന്ത് ചെയ്യുന്നു, അത്ര അളവിൽ ഷോർട്ട് കൺസ്യൂം ചെയ്യണമെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, അത് ഹീറ്റ് ആവാറുള്ളൂ, ലീക്കേജ് ആയതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ ഉണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ODIs ഊരിയിട്ട് എന്ത് ചെയ്യുക, ഇതിൽ നമുക്ക് സംശയമുള്ള കപ്പാസിറ്റർ 1 by 1 ആയിട്ട് തന്നെ റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ തെർമൽ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടെത്തും. പക്ഷേ ഇത് ഷോർട്ടായിട്ട് കിട്ടുന്നതുണ്ട്, ഷോർട്ടായിട്ട് കിട്ടാത്തതുണ്ട്. അല്ല, ഇത് ഹീറ്റ് ഫ്ലക്സ് റോസിന് ഇട്ടിട്ട് മെൽറ്റ് ആവണമെന്ന് മെൽറ്റ് ആവാത്തതും കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ സെക്ഷനിക്ക് പോകണോ പോകണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാൻ എന്ത് ചെയ്താൽ മതി, അവിടെ വരുന്ന വോൾട്ടേജ് നിങ്ങൾക്ക് എന്ത് 3.5 കൊടുക്കണം എന്നില്ല, ഒരു വോൾട്ടേജ് കൊടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീക്കേജ് ഉണ്ടോ ഷോർട്ട് ഉണ്ടോ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ഒരു ലൈനിൽ മാത്രമേ അത് പറ്റുള്ളൂ, മറ്റുള്ള സെക്ഷനിലൊന്നും കഴിയൂലേ. കാരണം ഇവിടുന്ന് ഒരു ഓയിൽ റീഡിങ് വരുന്ന ഒരു ഇതായത് കൊണ്ട് മാത്രം. അപ്പോൾ ഈ സംഗതി ക്ലിയർ ആയില്ലേ? ഇത് പലപ്പോഴും ആ ഒരു സംഗതി ഒന്ന് മനസ്സിൽ വെക്കുക. ഇങ്ങനെ ഒരു വരുന്ന റീഡിങ്ങിൽ നമുക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുന്നുള്ളത്. ഇനി നമ്മളെ പ്രശ്നം, നമ്മളെ യഥാർത്ഥ പ്രശ്നം അടുത്ത എന്താണ്? നോ സർവീസാണ്. ഈ സെറ്റ് നിങ്ങളെ കയ്യിൽ കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്തു, സെറ്റ് നോ സർവീസായി. എന്ത് ചെയ്യും? അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ ഡാറ്റ അവിടെ നിൽക്കട്ടെ, നിങ്ങളെ കയ്യിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് മുന്നേ ഒരു നോ സർവീസ് ആയിട്ട് ഒരു XR കിട്ടി. ഒരു നോ സർവീസ് ആയിട്ട് ഒരു ഡിവൈസ് നിങ്ങളെ കയ്യിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ഐഫോൺ റിപ്പയർ ചെയ്യാൻ ആരുള്ള ഇതിൽ? ഐഫോൺ റിപ്പയർ ചെയ്യുന്ന ആരുമില്ല നമ്മളെ ഗ്യാങ്ങിൽ? ആരിഫ് കൊട്ടോൾ ചെയ്യോ? ഇല്ല. ചെറിയ രീതിയിലൊക്കെ ചെയ്യും. ചെറിയ രീതിയിൽ ചെയ്യും. ചെറിയ രീതി. മെയിൻ ഐഫോണിന്റെ ആയിട്ട് കേസിൽ ഐഫോണിന്റെ കേസിൽ ഒരു പറഞ്ഞോളൂ, ഒരു നോ 06 സർവീസ് വന്നു കഴിഞ്ഞാൽ അഥവാ IME ചെക്ക് ചെയ്യണം, മോഡം ഓക്കെ. ഫിംവെയർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആ. അപ്പൊ പെട്ടെന്ന് അറിയാനായിട്ട് 06 ഹാഷ് ഓക്കെ, അടിച്ചു 06 കഴിഞ്ഞാല് ഹാഷ്. ഓക്കെ, അതിൽ IME വരണം ഓക്കെ. നോർമലി. അപ്പൊ അതില് പിന്നെ മോഡം ഫിംവെയർ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഇന്റേണലി പോയിട്ട് മോഡം ഫിംവെയർ ഉണ്ടോ IME ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് അത് അതാണ് രണ്ടും ഉണ്ട്. അതായത് മോഡൽ ഫിംവെയർ ഉണ്ട്, IME ഉണ്ട്, സെറ്റ് നോ സർവീസ്. പിന്നെ അതിന്റെ ഇപ്പോ BB പവർ ഒക്കെ വരുന്നില്ല. BB പവർ ഓക്കെ ആയതുകൊണ്ട് എന്തായാലും മോഡൽ ഫിംവെയർ വരുമല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് അതങ്ങനെ അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് പിന്നെ നോ സർവീസ് വരെയുള്ള സാധ്യതകൾ. അല്ല, കൂടുതലും ഈ BB പവറിലേക്കൊക്കെ ഉള്ള വോൾട്ടേജ് എന്തെങ്കിലും ഷോർട്ട് വരെ അപ്പൊ ഇത് ഉണ്ടാവില്ല എന്നുള്ളതിലെ. ഓക്കെ, ഇവിടെ മോഡൽ ഫിംവെയർ ഉണ്ട്,
IMEI ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ WTR ഷോർട്ട് ആയി കഴിഞ്ഞാൽ മോഡം ഫേമർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ നിർത്തി. നോ സർവീസ് ആണ്. നോ സർവീസ് എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? സിഗ്നൽ ഇല്ല അല്ലെങ്കിൽ സിഗ്നൽ ഇല്ല. സർവീസ്. ആ, അതായത് സിഗ്നൽ ഇല്ല എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായി ഉം. അല്ലേ? അപ്പൊ ഈ സിഗ്നൽ ഇല്ലാത്തതിന് കാരണങ്ങൾ എന്തൊക്കെയാവും? ഈ സെറ്റിന്റെ ഉം. ഡാറ്റ, ഈ സെറ്റിന്റെ ഡാറ്റ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഒരു സിഗ്നൽ ഇല്ലാത്തതിന് കാരണം നമ്മൾ ഒരിക്കലും ഞാനിപ്പോൾ ഇന്നലെ നമ്മളൊരു ഇതിന്റെ കംപ്ലൈന്റ് എടുത്തല്ലോ, ഏതായിരുന്നു ഇന്നലെ ഇപ്പോൾ S20F പറഞ്ഞല്ലോ, അതിന് ടച്ച് നമ്മൾ ഇന്നലെ റെഡിയാക്കി. ആ സെറ്റിന് ആ കസ്റ്റമർ എന്ത് ചെയ്തു, നേരെ പോയിട്ട് എന്താ ചെയ്ത് CPU-ന്റെ CPU ഹീറ്റ് ചെയ്ത്. അതേപോലെ ഒരിക്കലും ചിന്തിക്കരുത് എന്നുള്ളത് ഞാനിവിടെ ആദ്യം തന്നെ പറയാണ്. നോ സർവീസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏത് ഡിവൈസ് നോ സർവീസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും സാധാരണ രീതിയിൽ നോ സർവീസ് ആവല് ഒന്ന് ആൻഡ്രോയിഡിന്റെ കേസിൽ അത് അത്ര പ്രശ്നമില്ല. ഐഫോണിന്റെ കേസിൽ ആന്റിനന്റെ കൺട്രി വിട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ നോ സർവീസ് ആവും. കാരണം ഒരു പോയിന്റ് പോലും റേഞ്ച് കാണിക്കാറില്ല. ഇല്ല, അങ്ങനെ തന്നെ അല്ലേ? ഇവിടെ നമ്മളെ ഏരിയയിൽ കാണിക്കാറില്ല. നമ്മളെ ടവർ കുറച്ച് വിട്ടായതുകൊണ്ടൊന്നും അറിയില്ല. നമ്മളെ ഏരിയയിൽ അങ്ങനെ കാണിക്കാറില്ല. അധികവും 90% ഒരു നോ സർവീസ് തന്നെയാണ് എത്താറുള്ളത്. പിന്നെ ഉള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം കൊണ്ട് മായി ബന്ധപ്പെട്ടിട്ട് LAP ഇല്ല, ചില പി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, IMEI കാണിക്കില്ല. അത് നമുക്ക് പഠിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ ഈ പറഞ്ഞമാതിരി അതിൽ കുറെ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കപ്പാസിറ്റർ റെസ്റ്ററോ എന്തെങ്കിലുമൊക്കെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഡാമേജ് ഒക്കെ ആണ് സെറ്റിന്. അങ്ങനെയുള്ള സാധ്യതകൾ കൊണ്ടാണ് നോ സർവീസ് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ വരാറുള്ളത്. പിന്നെ നോ സർവീസ് വരൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി iPhone 8, 8+ സീരീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രാൻസീവർ ഉണ്ട്. ആ ട്രാൻസീവർ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ IMEI കാര്യങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും. അതായത് WTR നിങ്ങൾ വെച്ചോളൂ. ആ ട്രാൻസീവർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നോ സർവീസ് കാണിക്കും. ഇത്രയും കാര്യങ്ങൾ നോർമലി നോ സർവീസ് വരും. ഇതിന്റെ സെക്ഷൻ നമുക്ക് പിന്നീട് ഡീപ്പായിട്ട് പോവാം. പക്ഷേ നമ്മളെ മുന്നിലുള്ള XR എന്നുള്ള ഒരു ഫോൺ വെച്ചിട്ട്, നമ്മളെ മുന്നിലുള്ള ഫോൺ ഏതാണ്? XR ആണ്. XR ആണ് നോ സർവീസ് ആയിട്ടുള്ളത്. അത് എങ്ങനെ നോ സർവീസ് ആയിട്ടുള്ളത് അറിയോ? ഈ XR നോ സർവീസ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഇവിടെ പഠിച്ചത്, നമ്മളെ ഒരു ടെക്നീഷ്യൻ ഓൾറെഡി ചെയ്തതാണ്. ചെയ്തതിന് ശേഷം അവന് അതിലുള്ള ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്തു, അത് സെറ്റാക്കി. പിന്നീട് അത് നോ സർവീസ് ആയി. അവനൊക്കെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇനി നമ്മളത് എങ്ങനെ റിപ്പയർ ചെയ്യും? അതാണ് ചോദ്യം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതൊക്കെ ഐഫോൺ റിപ്പയർ ചെയ്യാൻ നിൽക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 2ഉം 3ഉം 4ഉം പ്രോബ്ലംസ് വരാൻ സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് ആദ്യം തന്നെ നിങ്ങളെ ഉണർത്തുകയാണ്. ആദ്യം മനസ്സിലാക്കുക. ആൻഡ്രോയിഡ് റിപ്പയർ ചെയ്യണമാതിരി റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കായൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ വരും. നോ സർവീസ് വരും, നോ സിം വരും, ചിലപ്പോൾ ഡിസ്പ്ലേ ലൈറ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ ടച്ച് വർക്ക് ആവില്ല. അപ്പോൾ അതിനൊന്നും പാനിക് ആവേണ്ട ആവശ്യമില്ല. സൊല്യൂഷൻ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സംഗതി വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏറെക്കുറെ ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ചില കൺഫ്യൂഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് തീർക്കാൻ പറ്റും. പറഞ്ഞോളൂ. നോ സർവീസ് വന്നു. നമ്മളെ മുമ്പിലുള്ള ഡാറ്റ എന്തൊക്കെയാണ് കാര്യം? പറഞ്ഞോളൂ. ഇതിലിപ്പോൾ ഇനി പാട് ചോദിക്കാത്ത ഫാനിൽ LP പറഞ്ഞോളൂ. നമ്മളെ കയ്യിലുള്ള ഡാറ്റ എന്തൊക്കെയാണ്? ആ ഒരു ഡിവൈസിന്റെ നമ്മളെ കയ്യിലുള്ള ഡാറ്റകൾ എന്തൊക്കെയാണ് പറയാൻ കഴിയോ? ഈ ഡാറ്റയിലാണ് അതിന്റെ ചോദ്യം, അതിന്റെ ഉത്തരമുള്ളത്. അറിയില്ല? അഫ്സലേ? അല്ല, ഓൾറെഡി അത് റിപ്പയർ ചെയ്യുന്നതാണെന്നുള്ളതാണ്. പിന്നെ റിപ്പയർ ചെയ്ത സെക്ഷൻ ബേസ്ഡ് ആയിട്ട് വരാനാണ് കൂടുതലും ചാൻസ്. റിപ്പയർ ചെയ്ത സെക്ഷൻ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും വരാൻ ചാൻസ്. നമ്മളവിടെ ഒരു WTR, BBCP, BB പവർ അങ്ങനെ ആ ലൈനിലേക്ക് പോകേണ്ട ആവശ്യം നമുക്ക് വരുമോ? അപ്പോൾ XRൽ എനിക്ക് ഓഡിയോ ഷോട്ട് കിട്ടിയിട്ടില്ല. ഓഡിയോ ഷോട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ അതായത് പറഞ്ഞ സമയം 8:10 അതായത് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഒരു ഡിവൈസ് നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അവരെ റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. എക്സാറിനും ഷീൽഡ് കട്ട് ചെയ്ത് ചിലപ്പോൾ അതെ അതന്നെ. അതായത്
ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ് വരുന്നത്. ഓക്കെ, സ്ക്രീൻ കാണില്ല. ഇതാണ് ഇതിൻ്റെ നമ്മൾ പറഞ്ഞ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററാണ് ഷോർട്ടുള്ളതെന്ന് പറഞ്ഞു. ഇതാണ് അതിൻ്റെ ODIC വരുന്നത്. ഇതാണ് ആ വില്ലനായിട്ടുള്ള കപ്പാസിറ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ടും ഈ ഷീൽഡ് അവർ പൊക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഷീൽഡും എന്ത് ചെയ്തിട്ടുണ്ട്, പൊക്കിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആ ഒരു ഡാറ്റ വെച്ചിട്ട് റിമൂവ് ചെയ്തിട്ടുള്ള സൈഡിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. റിമൂവ് ചെയ്ത ഇതിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ Check ചെയ്യണം. ചെക്ക് ചെയ്യണം. അതിലിപ്പോ ഒരു റെസിസ്റ്റർ ഇളകിയാലും ഈ പ്രോബ്ലം വരാലോ. വരാം. അപ്പോൾ നമ്മളിവിടെ പാനിക് ആവേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ടോ? ഇതിൽ നമുക്ക് ഇനിയിപ്പോൾ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യത എന്താവും? ഈ ഒരു ചിത്രം കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ചിത്രം കണ്ടിട്ട്, അതേപോലെ തന്നെ ഈ ഒരു ചിത്രം കണ്ടിട്ട്, ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും മെമ്പേഴ്സ് ഇപ്പോൾ ഇതിലാകെ 34 ആളുകൾ അതിലുള്ളത്. കുറേ ആളുകൾ ദുബായിലുള്ള ആളുകളാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കി കളയുന്ന കുറേ സാധ്യതകളുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഷീൽഡ് പൊക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ് ചെയ്യുക, അതിൻ്റെ എഫക്റ്റ് കൊണ്ട് മാത്രമേ ആഫ്റ്റർ കംപ്ലൈൻറ്റ് വരുള്ളൂ. നമ്മൾ പലപ്പോഴും ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അതിനടുത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ അത് നമ്മളൊരു പെട്ടെന്ന് നോ സർവീസ് ആയി എന്ന് പറഞ്ഞിട്ട് പാനിക്കായിട്ട് നമ്മൾ അതിനെ വേറെ സർവീസ് സെൻ്ററിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് അതിൽ വരാനുള്ള പരമാവധി സാധ്യതകളും ചാൻസും നമ്മൾ ആദ്യം പരിശോധിക്കണം. നമ്മൾ റിപ്പയർ ചെയ്തത് എവിടെയാണ്? ODIൻ്റെ അടുത്താണ്. ODIയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ നോക്കാൻ പറ്റും? അഫ്സൽക്ക, ODIയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ നോക്കാൻ പറ്റും? എന്തെങ്കിലും നോക്കണ്ട? ODIയുമായി ബന്ധപ്പെട്ടിട്ട് ഓഡിയോന്റെ ആ ലൈനല്ലേ ഇപ്പൊ ഷോർട്ട് ഉണ്ടായിരുന്നത്. ഓരോ ലൈൻ ഷോട്ട് അത് ക്ലിയർ ആയി. അതുകൊണ്ട് പിന്നെ അത് നമുക്ക് പ്രശ്നമില്ല. ഓഡിയോ ടു നെറ്റ്വർക്ക് ബന്ധമില്ല എന്നും പറഞ്ഞു. ബന്ധമില്ല, അതാ പറഞ്ഞത്. പിന്നെ നമ്മൾ എങ്ങനെ നോക്കും? അതിന് ഉത്തരം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. പിന്നെ അതിനടുത്തായിട്ട് എന്തെങ്കിലും നെറ്റ്വർക്ക് സെക്ഷനായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ. അതായത് പിന്നെ ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ 2 ഷീൽഡ് പൊക്കിയിട്ടില്ല. ഇവിടെ ഞങ്ങളിത് ഫുള്ള് നോക്കി. ഈ കപ്പാസിറ്റർ, ഈ റെസിസ്റ്റർ, ഇത് ഓൾറെഡി ഹീറ്റ് അടിച്ചിട്ട് നമ്മൾ വെക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഷീൽഡ് പൊക്കിയതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോയി നോക്കി. ഇതിൻ്റെ ലൈന് നോക്കി. ഇതിൻ്റെ ലൈന് NFC-ൻ്റെ ആൻറ്റിനാണ്. അപ്പോൾ അതിനെ കൊണ്ട് അത് വരില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇത് നോക്കി. ഇങ്ങനെ ഈ കപ്പാസിറ്റർ ഇതൊക്കെ നോക്കി 1 by 1. കാരണം ഷീൽഡ് ഓൾറെഡി പൊക്കിയതാണല്ലോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് നോക്കി. ഇവിടെ യാതൊരുവിധ പരാതികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. സെറ്റ് നോ സർവീസ് ആണ്. ഈ സിം ഉപയോഗിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. സെറ്റ് നോ സർവീസ് ആണ്. പക്ഷെ എന്തെയ്യുന്നില്ല, സെറ്റ് വർക്ക് ആവുന്നില്ല, സിം എടുക്കുന്നില്ല. അപ്പോൾ ഈ സൈഡ് ഫുള്ള് നോക്കി. ഒരു സൈഡ് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ അടുത്തുള്ളത് എന്താണ്? ഇവിടെ ഉള്ളത് ഈ ബാക്ക് സൈഡിലാണ്. ബാക്ക് സൈഡിൽ നിന്നും ഷീൽഡ് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ടെക്നീഷ്യനോട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹീറ്റായി, അതായത് ഇവിടെ ഹീറ്റായി എന്ന് പറയുന്നു. ഈ ഒരു ഏരിയയിൽ ഹീറ്റ് ഉണ്ടായിരുന്നു. കാരണം നേരെ ബാക്ക് സൈഡിലാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ഇത് ഹീറ്റ് ആകുമ്പോൾ എന്തായാലും ഇപ്പുറത്തേക്ക് ഹീറ്റ് വരില്ല. അപ്പോൾ ആദ്യം CPU ഇല്ലാത്ത ഷീൽഡാണല്ലോ പൊക്കി നോക്കുക, കാരണം അവിടെ കമ്പോണൻസ് കുറവാണെന്നുള്ള ധാരണയില്ലേ. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ നോക്കി. നമ്മളിവിടെ ഫുള്ളായിട്ട് നോക്കി, ഫുള്ള് നോക്കി. ഒരു പാകില്ല. ഇവിടെ ഒന്നും എന്തില്ല, ഒന്നും നമുക്ക് അസ്വാഭാവികമായിട്ട് ഒന്നും കാണുന്നില്ല. ഫുള്ള് പക്ക. പക്ഷെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വന്നു, ആൻറ്റിന എടുത്തു. ആൻറ്റിനൻ്റെ ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വെച്ചിട്ട് നോക്കി. ഇതിൻ്റെ റീഡിങ് എടുത്ത് നോക്കി. ഈ റീഡിംഗ് ഒക്കെ പക്ക, ഒരു പ്രശ്നമില്ല ഇതിന്. അതായത് ഇതാണ് ഇതിൻ്റെ ഒരു ആൻറ്റിന. ഇത് റീഡിംഗ് ഒക്കെ കറക്റ്റാണ്, ഫുള്ള് കറക്റ്റ്, ഒരു പ്രശ്നമില്ല. നോ സർവീസ്. കസ്റ്റമർ ഇവിടെ നമ്മൾ അറിയുന്ന സുഹൃത്ത് തന്നെയാണ്. ഇവിടെ വളാഞ്ചേരിയിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നുള്ളത് ഈ സൈഡാണ്. ഇവിടെ ഉള്ള ആൻറ്റിന. ഇതിമൊക്കൊന്നും പിന്നെ പോകേണ്ട സംഗതിയെ വരുന്നില്ല. അത്രയും ഡാറ്റയാണ് നമ്മളെ കയ്യിലുള്ളത്. പക്ഷെ കസ്റ്റമർ തീർത്തും പറയുന്നുണ്ട് എന്ത്, സെറ്റ് 50% ചാർജ് ഇട്ടു. ചാർജ് ഇട്ടതിന് ശേഷം നെറ്റ്വർക്ക് അതുവരെ കോളിങ്ങും കാര്യങ്ങളും പോയത്. പിന്നെ നമ്മൾ നേരെ നോക്കിയത് ഫോണിൽ കോൾ ചെയ്ത ടൈമും ഡേറ്റും ഒക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ചില കസ്റ്റമേഴ്സ് എന്തുണ്ടാവും, അത് ഞാൻ ഇന്നലെ ചെയ്തിന്നൊക്കെ പറയും. ചിലപ്പോൾ നമ്മളൊരു റിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ക്യാമറ വർക്ക് ആവാത്ത കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ പറയും എന്ത് ചെയ്ത്, അത് വർക്ക് ചെയ്തെന്നാണ്, ഞാൻ ഇവിടെ തെരഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കൂടി ഞാൻ വീഡിയോ എടുത്തെന്ന് പറയും, ക്യാമറ എടുത്തെന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യുക, അതിന് ഗാലറി ഓപ്പൺ ആക്കിയിട്ട് ലാസ്റ്റ് ക്യാമറ എടുത്ത ഡേറ്റും ടൈമും എന്നാൽ നമുക്ക് നോക്കി നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ കുറേ മുന്നെടുത്ത ഫോട്ടോയും ഡേറ്റും ആണ്, നമുക്ക് അതേപോലെ കൊടുത്താൽ മതി. കസ്റ്റമറോട് ഒരു സംസാരത്തിന് നിൽക്കാൻ പാടില്ല ഇവിടെ. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഓല് ഞാൻ എടുത്തിന്നാണല്ലോ, എന്തെങ്കിലും കൂടെ എടുത്തിന്നാണോ എന്ന് പറയും. അപ്പോൾ ആണ് കൊടുത്തതിന് ശേഷം
എന്ത് ചെയ്താൽ മതി, ഒന്നും പറയണം നിർബന്ധമില്ല. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ചിട്ട് തന്നെ പറയാം പിന്നെ ക്യാമറ വർക്ക് ആവണില്ല, റെഡി ആക്കണോ എന്ന് ചോദിക്കാം. നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രൂവ് ചെയ്യണം. അതൊരു ഒരു നാക്കിൽ കൈകാര്യം ചെയ്യണം അങ്ങനത്തെ ഡിവൈസ് വരുന്ന സമയത്ത്. ചില കസ്റ്റമർ എന്ത് ചെയ്യും, അത് വർക്ക് ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ മേത്ത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ലോക്കാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ കസ്റ്റമർ നമ്മൾ അറിയുന്ന കസ്റ്റമർ ആയതുകൊണ്ട് പിന്നെ ആ രീതിയിൽ സ്റ്റാൻഡേർഡ് കസ്റ്റമർ വലിയ വിഷയം ഉണ്ടാവില്ല. വാട്സപ്പ് കാര്യങ്ങൾ, കോള് കാര്യങ്ങളൊക്കെ ചെയ്യണം, യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ എന്താണ്, ആ ഒരു സൈഡിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഏത് സൈഡിലോട്ട്, നമ്മളെ BBCPU നെറ്റ്വർക്ക് ആ സെക്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മളെ പ്രശ്നം ആ ഒരു ഏരിയ തന്നെ ഉണ്ട്. അതായത് നമ്മൾ 1 by 1 ആയിട്ട് അവിടെയുള്ള എല്ലാ കപ്പാസിറ്ററും എല്ലാ റീഡിങ്ങും നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. അതായത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാ റീഡിങ്ങും, ഈ റീഡിങ് ഇങ്ങോട്ട് നമുക്ക് പിന്നെ വല്ലാതെ നോക്കാൻ പോയിട്ടില്ല. കാരണം നെറ്റ്വർക്കും കാര്യങ്ങളും ഇതൊക്കെ ഓക്കെ ആയിരുന്നു. നമുക്ക് ഇവിടെ തന്നെ, അതായത് ഇവിടെ ഈ ഷീൽഡ് പൊക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഈ ഷീൽഡ് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇതൊക്കെ 1 by 1 ആയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. കാരണം ഒരു റെസിസ്റ്ററോ അല്ലെങ്കിൽ കപ്പാസിറ്ററോ ഹീറ്റ് ആവുന്ന സമയത്ത് ഇളകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചിലപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഇപ്പോൾ റെസിസ്റ്റർ ഉണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഇളകി ചിരിഞ്ഞ് കിടക്കുകയാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമുക്കിത് ഏത് കപ്പാസിറ്റർ, അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെയുള്ളതൊക്കെ നോക്കി 1 by 1 ആയിട്ട് നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല, ഒരു പാകില്ല. നമുക്കിത് എന്തായാലും റെഡി ആക്കണമല്ലോ. അപ്പോൾ ഇവിടുത്തെ റീഡിങ് എടുത്ത് നോക്കി, ഇവിടെ ഒരു ആൻറ്റിന വരുന്നുണ്ട്, വൈഫൈൻ്റെ സിഗ്നലിന് കുറവോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവരും നോക്കണം. ഇവിടെ നെറ്റ്വർക്കിൻ്റെ ആൻറ്റിനുമായി ബന്ധപ്പെട്ട ഇത് വരുന്നുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഇവനായിരുന്നു വില്ലനായിട്ട് നമുക്ക് ചെറിയ സംശയമാണ്. ഇവിടെ ചെറിയൊരു എന്താ പറയുക, ഒരു ടൂസർ എന്തോ തട്ടമാരി ഇവിടെ ചെറിയൊരു ഗ്ലാസ് ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ സാധ്യതകളാണ്. അതായത് ഈ മേലത്തെ കോട്ടിങ് പോയിട്ടുള്ള രീതിയിൽ ചെറിയ പൊട്ടുണ്ടോ ഇല്ലയെന്ന് വരെ നമ്മൾ സംശയത്തിൽ നിർത്തുകയാണത്. പക്ഷെ അത്ര വലിയ പ്രശ്നം നമുക്ക് തോന്നാത്തതുകൊണ്ട് അത് ഒഴിവാക്കി കളഞ്ഞു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു കസ്റ്റമറോട് രാത്രി ടൈം പറഞ്ഞു. പിന്നെ ഇത് ഈറ്റ് ആവാനുള്ള ചാൻസ് ഈ ഷീൽഡ് പൊക്കിയപ്പോൾ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ DRX നമുക്ക് എന്താണെന്നുള്ളത് പഠിക്കാം. ഇത് മാത്രം, ഇതിൻ്റെ നെറ്റ്വർക്കിൻ്റെ 2 P ആണ് വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഓൾറെഡി എന്താണ് ഗമ്മുമാണ്. അപ്പോൾ നമുക്ക് പിന്നെ ആ സാധ്യത നമുക്കുള്ളൂ. കാരണം അത് നമുക്ക് ബോൾ തെറിച്ചതായിട്ടോ ഒന്നും നമുക്ക് ഇതേ പറ്റില്ല, കാണില്ല. ഇതൊക്കെ ഫുള്ള് ഗമ്മിൽ ഫില്ല് ചെയ്താണ്. ഇതിവിടെ വരുന്ന വേറൊരു ഇങ്ങനെ പോകുന്ന ഒരു ആൻറ്റിനയാണ് ബാക്കിൽ പോകുന്നത്. ഇവിടെ ഫുള്ള് ഗമ്മാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് സാധാരണ രീതിയിൽ ഒരു സെറ്റ് നമ്മൾ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഗമ്മിൻ്റെ അകത്തുനിന്ന് ബോൾ തെറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവലുണ്ട്. പക്ഷെ അതില്ല, ആൾ നല്ല പ്രോപ്പറായിട്ട് തന്നെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഇത് മാത്രമേ നമുക്ക് ഇവിടെ റിപ്പയർ ചെയ്യുള്ളൂ. ബാക്ക് സൈഡിലാണെങ്കിൽ പ്രത്യേകിച്ച് ഈ കണക്ടർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ODIC കാര്യങ്ങൾ, ഓഡിയോ സൗണ്ട് കാര്യങ്ങൾക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ മൊബൈൽസിനോട് പറഞ്ഞു ഒന്നും നോക്കണ്ട, ഈ ഷീൽഡ് ഈ ഐസിൻ്റെ ഗമ്മൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കും, ഇവിടുത്തെ ഗമ്മ് ക്ലീൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ഗമ്മുണ്ട്, ജസ്റ്റ് ഒന്ന് ഇളകിക്കണം ആടിക്കണം എന്നൊക്കെ ഇവിടെയൊക്കെ ഗമ്മാണ്, ഇതൊക്കെ നോക്കാൻ പറഞ്ഞു. ആദ്യം തന്നെ ഇവിടൊക്കെ പോയത്, ഇവിടെ ഒന്നും പ്രശ്നം കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇതിന് ഫുള്ള് പ്രശ്നമാണ്. അതായത് ഈ ലൈന് ഈ ഒരു ഇതിലുള്ള 4 റെസിസ്റ്ററിന് പ്രശ്നം. അപ്പോൾ അത് ഐസ് എടുത്തിട്ടൊന്നുമില്ല, അത് മാത്രം ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് റീഫിക്സ് ചെയ്തപ്പോൾ ആ പ്രശ്നം അവിടെ സോൾവ് ആയി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എത്താൻ കഴിയൂല. അതായത് ഇത് ഓൾറെഡി ഒരു ടെക്നീഷ്യൻ ചെയ്തതാണ് എങ്കിൽ നമുക്ക് ഒരിക്കലും, പറഞ്ഞല്ലോ, എന്താണോ റിപ്പയർ ചെയ്തത് ആ റിപ്പയർ ചെയ്ത ഡാറ്റ വെച്ചിട്ട് വേണം നമുക്ക് ഇവിടേക്ക് എത്താൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഹീറ്റ് അടിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഹീറ്റ് അടിച്ച് ഇവിടെ ഒന്നും അങ്ങനെ ഗമ്മോ കാര്യങ്ങളൊന്നും ഇല്ല, ബ്ലാക്ക് ഗമ്മോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ മാത്രമേ ഗമ്മുള്ളത് കാണുന്നുള്ളൂ. അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ, ഈ സൈഡിൽ, അതേപോലെ തന്നെ ഇവിടെ. ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളി കളയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഒരു കാര്യം ചെയ്യുന്നു, അതിന് തന്നെ പോയിട്ട് ഇതൊക്കെ ഒന്ന് റീബോൾ ചെയ്തിട്ട് നോക്കാം, ഇതൊക്കെ റീബോൾ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ അതിന് അറിയുന്ന ആൾക്കാർ തന്നെയാണല്ലോ അപ്പോൾ ചെയ്ത് നോക്കാമായിരുന്നു. പക്ഷെ നമുക്ക് അതിലേക്ക് നേരെ പോയിട്ട് പോകാൻ പാടില്ല. നമ്മൾ എല്ലാ ഡാറ്റയും സംഘടിപ്പിച്ചതിന് ശേഷം ഇവിടെ മാത്രം നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇവിടെ ബോൾ തെറിച്ചതായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ 1 by 1 ആയിട്ട് ഈ ഐസ് റിമൂവ് ചെയ്തിട്ടുള്ള പരിപാടി തന്നെയുള്ളത്. അപ്പോൾ എന്തായാലും ഗമ്മ് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കമ്പോണൻസിനായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹീറ്റ് അടിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഹീറ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടുത്തെ കമ്പോണൻസ് എന്തായി, ഇളകി കിടന്നു. അപ്പോൾ അത് ഫുള്ള് ഫിക്സ് ചെയ്തപ്പോൾ സംഗതി ഓക്കെ ആയി. ഇതാണ് ഇതിൻ്റെ ബാക്കിലുള്ള സംഗതികൾ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കസ്റ്റമറുടെ കയ്യിൽ നിന്നും ടെക്നീഷ്യൻ്റെ കയ്യിൽ നിന്നുള്ള ആ ഒരു സംഗതിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും റിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന്
മസ്റ്റായിട്ട് നമ്മൾ ചോദിക്കണം. അതിന് മുമ്പ് കസ്റ്റമർ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ A to Z എല്ലാ CPU റീബോൾ ചെയ്യും, അല്ലെങ്കിൽ BBCP റീബോൾ ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് മാറ്റുന്നു പറഞ്ഞിട്ടൊന്നും വലിയ ടെക്നീഷ്യൻ ആയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞത് നമുക്കത് എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം എന്നുള്ളത് നമ്മൾ ഇങ്ങനത്തെ കുറേ സംഗതി വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു 3 അല്ലെങ്കിൽ 5 മിനിറ്റ് നമ്മൾ ആലോചിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നേരെ പോയിട്ട് എന്ത് ചെയ്യും, BBCP ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, ആന്റിന കൺട്രോൾ മാറ്റും, ഇതൊക്കെ മാറ്റും. അത്രയും സമയം നമുക്ക് അവിടെ പോകും. നമ്മൾ എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് പ്രീവിയസ് ആയിട്ട് റിപ്പയർ ചെയ്ത ഒരു വർക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ ചെയ്തതും കസ്റ്റമർ പറഞ്ഞതുമായിട്ടുള്ള ഓരോ സംഗതിയും എന്ത് ചെയ്യണം, നമ്മൾ ഡോട്ട് ഇങ്ങനെ പൂരിപ്പിക്കാന്ന് പറയില്ല, അതേപോലെ പൂരിപ്പിച്ച് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റേജിൽ നമ്മൾ എത്തണം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫിക്സ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആദ്യം പോയിട്ട് ഒന്ന് BBCP ചെയ്യും, പിന്നെ WTR ഒന്ന് മാറ്റും, ആന്റിന കൺട്രോൾ ഒന്ന് മാറ്റി വെക്കും, അല്ലെങ്കിൽ ആന്റിന ഒന്ന് ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ വേറെ ഫ്രെയിം കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കും. അത്രയും സമയം അവിടെ എന്ത് ഉണ്ടാവും, ഡിലേ വരും. അപ്പൊ നമ്മൾ വീണ്ടും പറയാണ്, എല്ലാതും കൂടി കോർത്ത് വെച്ചിട്ട് ഒരു ഇതിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് ആ റിപ്പയർ അവിടെ നടക്കുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരൊറ്റ, അതായത് നമ്മൾ അവിടെ റിപ്പയർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, മെയിൻ കംപ്ലൈന്റ് ആയിട്ടുള്ള സംഗതി അവരവിടെ റിപ്പയർ ചെയ്തു വെച്ചു, സെറ്റ് ഓൺ ആക്കി കൊണ്ടുവന്നു. നമ്മളെ സംബന്ധിച്ച് എന്തുണ്ടാവുള്ളൂ, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ ഇത്രയും സമയം സംസാരിച്ചതുമായിട്ടുള്ള ഡാറ്റകൾ ഒരു 10 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡിലേക്ക് പോവാണ്. ഇതിലേക്ക് പോണതിന് മുന്നേ കുറെ സമയം എടുത്തിട്ടുണ്ട്. നമ്മളത് 2 മണിക്കൂറോളം ഇവിടെ നിന്ന് ആ ഒരു ഏരിയ കണ്ടെത്താൻ നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നീഷ്യനോട് സംസാരിച്ചിട്ടും ആക്കിയിട്ടും ഓനെന്താ പറഞ്ഞതൊക്കെ ജസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ എത്തുക. ചാടി കയറിയിട്ട് എത്തില്ല, നമ്മൾ അതിന് മുന്നേ BBCP കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിപ്പയർ നമ്മളല്ലല്ലോ ചെയ്തിട്ടുള്ളത്, അതായത് വേറെ ഒരാൾ ചെയ്ത് വരണമെന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് അവിടെ വരുന്നത്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നേരെ തിരിച്ച് നമ്മളെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ പറ്റുന്നത്, നമുക്ക് ആദ്യം തന്നെ അതൊക്കെ പെട്ടെന്ന് കിട്ടാൻ പറ്റും. എന്താ ഓരോ കണക്ട് വരുന്ന സമയത്ത്, അതായത് ഡീലർ വർക്ക് എടുക്കുന്ന സമയത്തുള്ള പ്രശ്നമാണ് വരുന്നത്. അപ്പൊ എന്താ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഒരു ഏരിയക്ക് അത് എത്താൻ പറ്റും. അതൊക്കെ ആദ്യം വെരിഫൈ ചെയ്തിട്ട് വേണം മെയിൻ ആയിട്ടുള്ള സംഗതിയിലേക്ക് എത്താൻ. ക്ലിയർ ആയോ?